നമുക്ക് സാധിക്കുമോ? സ്നേഹിതനോടെന്ന പോലെ ദൈവത്തോട് സംസാരിക്കുക, പറയാനുള്ളത് മുഴുവൻ ദൈവത്തോട് പറയുക. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അത് സാധിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ രഹസ്യ പ്രാർത്ഥനയിലൂടെയാണ്. നമുക്കൊക്കെ ഒരു രഹസ്യ പ്രാർത്ഥന എന്ന് പറയുന്നൊരു മേഖല ഉണ്ടാകണം. കുടുംബമായി നമ്മൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും, പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും, പരസ്യമായ ആരാധന നമുക്കുണ്ട്. എന്നാൽ രഹസ്യമായി ഞാൻ ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, ഉറങ്ങുന്നതിന് മുമ്പ് മുട്ടിന്മേൽ നിന്നുകൊണ്ട് 1 മിനിറ്റ്, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 2 മിനിറ്റ്, അല്ല പറ്റുമെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾ ഇന്ന് തൊട്ട് തുടങ്ങിയാൽ നിങ്ങൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു ദിവസം 1 മിനിറ്റ് വെച്ച് മുട്ടയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചാൽ, മുട്ടയിൽ നിൽക്കുക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എത്ര സ്ട്രെയിൻ എടുക്കുന്നോ അത്രയും ആഴമുണ്ടാകും പ്രാർത്ഥനയ്ക്ക്, അത്രയും ആഴമുണ്ടാകും ദൈവബന്ധത്തിന്. നമ്മൾ നോയമ്പെടുക്കുന്നതൊക്കെ അതിനാണ്. ഈസി വേ അല്ല, കുറെ കൂടെ സ്ട്രെയിൻ എടുത്ത, കുറെ കൂടെ ശക്തമായി, കുറെ കൂടെ നമ്മളെ തന്നെ വെറുമയാക്കിക്കൊണ്ട് നമുക്ക് കിട്ടാവുന്ന സുഖങ്ങളെ ത്യജിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ. ഇന്ന് തൊട്ട് ദൈവസന്നിധിയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കട്ടിലേക്ക് കിടന്നുറങ്ങുന്ന സാഹചര്യത്തിൽ, യാത്രയാണെങ്കിൽ, ട്രെയിനിലാണെങ്കിൽ, രോഗിയാണെങ്കിൽ, ആശുപത്രി കട്ടിലാണെങ്കിൽ ഒന്നും പറ്റിയെന്ന് വരത്തില്ല. നിങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങുവാൻ ദൈവം തരുന്ന ദിനങ്ങളിൽ ഒരു തീരുമാനം, ഇന്ന് ഞാൻ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ കിടക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ എത്ര പവർഫുള്ളായിട്ട് മാറുമെന്നറിയാമോ? 2 വർഷം, 3 വർഷം, 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ മുട്ടിൽ തഴമ്പുണ്ടാകും. നിങ്ങൾ ശക്തരായിട്ട് ആത്മീയമായ കരുത്തുള്ളവരായിട്ട് മാറും. ഒരു തീരുമാനം ഇന്നെടുത്താൽ മതി. സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ നമ്മുടെ പരിഭവങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പരിദേവനങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ എല്ലാം നമുക്ക് ദൈവത്തോട് പറയാം. മോശയോട് ദൈവം സംസാരിക്കുന്നു ഒരു സ്നേഹിതനോട് എന്ന വിധം. അവിടെയല്ല വിഷയം, അടുത്തതാണ് നമ്മുടെ പ്രസംഗ വിഷയം. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന കഴിഞ്ഞ് സമാഗമന കൂടാരത്തിലെ ആരാധന കഴിഞ്ഞ് മോശ വീട്ടിലോട്ട് പോയി. എന്നാൽ അടുത്ത വാചകം, അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. സമാഗമന കൂടാരത്തിലെ ആരാധന കഴിഞ്ഞ് മോശ വീട്ടിൽ പോയി. എന്നാൽ അവൻ്റെ ശുശ്രൂഷക്കാരൻ യോശുവ ഒരു കൊച്ചു പയ്യനാണ്, ഒരു ബാലനാണ്. അവൻ കൂടാരത്തെ വിട്ടുപിരിയാതെ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണ്. അച്ഛൻ പോയി, എന്നിട്ടും ആര് പോകുന്നില്ല? ശുശ്രൂഷകൻ പോകുന്നില്ല. നമുക്കറിയാം, നമ്മുടെ പള്ളിയിലെ രീതി അനുസരിച്ച് അച്ഛൻ വരുന്നതിന് മുമ്പ് വരണം ആര്? ശുശ്രൂഷകൻ. അച്ഛൻ ഇറങ്ങിക്കഴിഞ്ഞാലേ അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകാനൊക്കത്തുള്ളൂ. പലപ്പോഴും ശുശ്രൂഷകർ ചെയ്യുന്ന സേവനത്തിൻ്റെ മഹത്വം നമ്മളാരും അറിയാറില്ല. കാരണം അതിൽ ബഹുഭൂരിപക്ഷവും രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ ആരും കാണുന്നില്ല. ആരും കാണാത്തത് ആര് കാണും? അതാണ്, ആരും കാണാത്തത് ദൈവം കാണും. അതുകൊണ്ട് ആരും കാണാത്തത് ഭംഗിയായി ചെയ്താൽ, ആരും ശ്രദ്ധിക്കാത്തത് ഭംഗിയായി ചെയ്താൽ അത് ആര് പരിഗണിക്കും? ദൈവം പരിഗണിക്കും. സഹോദരങ്ങളെ, ശുശ്രൂഷക്കാർ അവർ ചെയ്യുന്ന സേവനത്തിൻ്റെ മഹത്വം, അവർ ചെയ്യുന്ന സേവനത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് ഒരു ശുശ്രൂഷകൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്താൽ അനുഗ്രഹം സുനിശ്ചിതമാണ്. ഒരുപക്ഷെ അച്ഛനേക്കാൾ കൂടുതൽ അനുഗ്രഹത്തിൻ്റെ സാധ്യത ശുശ്രൂഷകനാണെന്ന് ഞാൻ പറയും. കാരണം ശുശ്രൂഷകൻ്റെ സേവനത്തിൽ കൂടുതലും രഹസ്യമാണ്, അച്ഛൻ്റെത് കൂടുതലും പരസ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഓർമ്മപ്പെടുത്തിയത്. സഹോദരങ്ങളെ, അച്ഛൻ പോയാലും ശുശ്രൂഷകന് പോകാനൊക്കില്ല. അതാണ് നമ്മുടെ രീതി. ഇവിടെ എന്താ? യോശുവ പോകുന്നില്ല, കൂടാരത്തെ വിട്ടുപിരിയാതെ അവനിങ്ങനെ നിൽക്കുകയാണ്. അവൻ എന്തിനാണ് കൂടാരത്ത് നിൽക്കുന്നത്? കൂടാരത്ത് നിൽക്കുന്ന അവൻ്റെ ഭാവം എന്താണ്? എന്തിനു വേണ്ടിയാണ് അവൻ കൂടാരത്ത് നിൽക്കുന്നതെന്നൊക്കെ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടായിട്ടോ എന്തെങ്കിലും പൂർത്തീകരിക്കാനുണ്ടായിട്ടോ അല്ല യോശുവ കൂടാരത്ത് നിൽക്കുന്നത്. മറിച്ച് അവൻ കൂടാരത്തിൽ നിന്ന് പോകാൻ താല്പര്യമില്ല, കൂടാരത്തോട് ചേർന്ന് നിൽക്കുക. കൊച്ചു പയ്യനാണെന്ന് ഓർത്തോണം. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഓർത്തേ, നമുക്ക് കൊച്ചുനാളിൽ ദൈവം തന്ന എത്രയോ കൃപകളുണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ. ഓടി പള്ളി വരിക, പ്രാർത്ഥനയ്ക്ക് വരിക. ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ വല്യപ്പനും വല്യമ്മയൊക്കെ കൊച്ചുമക്കളെ കുറിച്ച് വലിയ ആവേശത്തോടെ സംസാരിക്കും. അങ്ങനെ പറയുമ്പോൾ അവർ പറയും, അച്ഛാ 3 വയസ്സേ ആയിട്ടുള്ളൂ, ഇപ്പോഴേ 6:30 ആകുമ്പോൾ പായെടുത്തിട്ടിട്ട് ഞങ്ങളെല്ലാം വിളിച്ചു കൂട്ടി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് കൊച്ചനാണ്. 3 വയസ്സിൽ പായെടുത്തിടുന്നവൻ 7 വയസ്സിൽ പായെടുത്ത് ഒളിച്ചു വെക്കുകയാണ്. അവൻ്റെ വിചാരം 3 വയസ്സിൽ അവൻ പായെടുത്തിട്ടു,
7 വയസ്സായപ്പോൾ പായ ഒളിച്ചു വെക്കുകയാണ്. ഇതുള്ളത് കൊണ്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അവൻ്റെ മനോഭാവം മാറി. നമുക്കൊക്കെ പറ്റുന്നൊരു കുഴപ്പമാണ്. കുഞ്ഞുനാളിലെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന, നിങ്ങൾക്കറിയാമല്ലോ, ഓശാന നാളിൽ ഓശാന വിളിച്ചത് ആരാണ്? കുഞ്ഞുങ്ങളാണ്. നിങ്ങൾക്കറിയാവോ അതിൽ ആദ്യം ഓശാന വിളിച്ചത് ആരാണെന്ന്? വേദപുസ്തകത്തിലില്ല. ആദ്യം ഓശാന വിളിച്ചത് ഏത് കുഞ്ഞാണെങ്കിലും ആദ്യം ഒരാൾ വിളിക്കണമല്ലോ, എന്നിട്ടാണല്ലോ ബാക്കിയുള്ളവർ അത് ഏറ്റു വിളിക്കുന്നത്. എല്ലാ വിളികളും അങ്ങനെയാണ് തുടങ്ങുന്നത്. ആദ്യം മുദ്രാവാക്യം വിളിച്ചത് ആരാണെങ്കിലും ആ കുഞ്ഞ് എത്ര ദൈവകൃപയുള്ള കുഞ്ഞാന്ന് ആലോചിച്ച് നോക്കിയേ. അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. നമ്മളൊക്കെ പള്ളി വന്ന് പ്രാർത്ഥിക്കും, പ്രതിവാക്യം പറയും. ദൈവകൃപയിൽ അധിഷ്ഠിതമായിട്ട് വേണം പ്രാർത്ഥിക്കാൻ, ദൈവകൃപയിൽ അധിഷ്ഠിതമായിട്ട് വേണം പ്രതിവാക്യം പറയാൻ. ഞാൻ ഈ കുഞ്ഞുങ്ങൾ പാടിയപ്പോൾ, ഗായക സംഘം പാടിയപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു. അതൊരു ഫാഷനബിൾ സോങ് ആയിരുന്നില്ല, മറിച്ച് നിറഞ്ഞുള്ള പാട്ടായിരുന്നു, ഹൃദയത്തിൽ നിന്നുള്ള പാട്ടായിരുന്നു. കേൾക്കുന്നവര് ആ പാട്ടിൻ്റെ അന്തസത്തയിലേക്ക്. പലപ്പോഴും സംഭവിക്കുന്നത്, ആരോ ആത്മാവിൽ പാട്ടെഴുതും, നമ്മളത് പാടിക്കഴിയുമ്പോൾ ഉള്ള ആത്മാവ് പോവും. നമ്മൾ പല പാട്ടും പാടിക്കഴിയുമ്പോൾ കേൾക്കുന്നവർ ഉറങ്ങാൻ തുടങ്ങും. എഴുതിയ ആളിൻ്റെ സ്പിരിറ്റും അത് ഏറ്റുപാടുന്ന ആളിൻ്റെ സ്പിരിറ്റും തമ്മിൽ പൊരുത്തമില്ലായ്മയാണ്. അത് കേൾക്കുന്നവർക്ക് അത്രയും പോലും സ്പിരിറ്റ് ഉണ്ടാവുന്നില്ല. ആത്മാവിൽ വരുന്ന വ്യതിയാനങ്ങളാണ്. സഹോദരങ്ങളെ ഓർക്കുക, ദൈവസന്നിധിയിൽ നമുക്ക് കുഞ്ഞുനാളിലെ കിട്ടിയ ഒരു വലിയ ഭാഗ്യം, വലിയ അവസരമുണ്ട്. അത് വളർച്ചയിൽ കൈമോശം വന്നു പോയിട്ടുണ്ടോ? കുഞ്ഞുനാളിലെ ശുശ്രൂഷയ്ക്ക് കയറിയിട്ടുള്ളവരുണ്ട്, പ്രായമായപ്പോൾ അത് വേണ്ടെന്ന് വെച്ചവർ. കുഞ്ഞുനാളിലെ ഗായക സംഘത്തിലുണ്ടായിരുന്നവരുണ്ട്, പ്രായമായപ്പോൾ വഴിമാറിപ്പോയി. കുഞ്ഞുനാളിലെ സൺഡേ സ്കൂളിനോട് ചേർന്ന് നിന്നവരുണ്ട്, പ്രായമായപ്പോൾ അവർ തെറ്റിലേക്ക് വീണുപോയി. ദൈവം ബാല്യകാലത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് തന്ന, ജന്മനാ തന്ന, നമ്മുടെ വളർച്ചയുടെ വഴികളിൽ തന്ന അനുഗ്രഹീതമായ അനുഭവത്തെ നശിപ്പിച്ച് നഷ്ടപ്പെടുത്തിയിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കൊച്ചൻ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുകയാണ്. എൻ്റെ ചോദ്യം, എന്തിനാണ് അവൻ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നത്? അവൻ്റെ മനോഭാവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശുശ്രൂഷകനായിട്ടാണ്. ശുശ്രൂഷ എന്താ? ശുശ്രൂഷ എന്നുള്ള വാക്കിന് ഒരു നല്ല മലയാളം പറഞ്ഞാൽ സേവനമെന്ന് പറയാം. ഇംഗ്ലീഷിലേക്ക് പോയ സർവീസ് എന്ന് പറയാം. നമുക്കറിയാം, എല്ലാ സർവീസാണ്, എല്ലാ മേഖലകളിലും സർവീസാണ്. ബസ് സർവീസ് തൊട്ട് സിവിൽ സർവീസ് വരെ ഉണ്ട്, എല്ലാം സർവീസാണ്. പേര് പറയുമ്പോൾ സേവനം എന്നതാണ് അർത്ഥം. പക്ഷെ പലപ്പോഴും സേവനത്തിൻ്റെ അന്തസത്ത പലയിടത്തും പ്രകടമാവുന്നില്ല എന്നുള്ളതാണ് സത്യം. സഹോദരങ്ങളെ, എന്താണ് ശുശ്രൂഷ? ഞാൻ നിങ്ങൾക്കും എനിക്കും ചിന്തിക്കാൻ വേണ്ടി ഒരു വിശദീകരണം തരികയാണ്. എന്ത് കിട്ടുമെന്നല്ല, എന്ത് കൊടുക്കാനൊക്കും എന്ന മനോഭാവത്തോടെ ഒരാൾ പ്രവർത്തിക്കുന്നതിനെയാണ് ശുശ്രൂഷ എന്ന് പറയുക. സേവനം അതാണ്. എന്ത് കിട്ടുമെന്നല്ല, എന്താണ് എനിക്ക് കൊടുക്കാനൊക്കുക എന്ന മനോഭാവത്തോടെ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ, അത് പള്ളിയിലെ അച്ഛൻ പ്രവർത്തിച്ചാലും നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിച്ചാലും, സഹോദരങ്ങളെ, ശുശ്രൂഷയാകണമെങ്കിൽ കിട്ടുന്നതിനല്ല കൊടുക്കുന്നതിന് പ്രാധാന്യം നൽകുന്നവരാകണം. പക്ഷെ നമ്മളൊക്കെ ഇന്ന് എന്ത് കിട്ടുമെന്ന് നോക്കിയിട്ടേ പണിക്കിറങ്ങാറുള്ളൂ, എന്താണ് എനിക്ക് പ്രയോജനമെന്ന് നോക്കിയിട്ട് പല കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാറുള്ളൂ. എന്നാൽ ഇവിടെ യോശുവ നിൽക്കുന്നത് ഒരു ശുശ്രൂഷ മനോഭാവത്തോടെയാണ്. എന്ത് കൊടുക്കാനൊക്കും എൻ്റെ ദൈവത്തിന്? സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റും അവൻ നടക്കുകയാണ്. സമാഗമന കൂടാരത്തിൽ വിളക്ക് തെളിയിക്കുന്നത് അവനാണ്. സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റുപാടുകൾ വൃത്തിയാക്കുന്നത് അവനാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ആ കൊച്ചു ബാലൻ്റെ മനസ്സിലുള്ളത്, വലിയവനായ ഈ സർവ്വ ചരാചരങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിന് കൊടുക്കാൻ, ദൈവത്തിന് നൽകുവാൻ എന്നെ കൊണ്ട് എന്താണ് കഴിയുക എന്നുള്ളതാണ്. എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് വീണ്ടും കുഞ്ഞുങ്ങളെ കുറിച്ചാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയിലേക്ക് വരട്ടെ, പള്ളി തൂത്തുവാരാൻ. കുഞ്ഞുങ്ങൾ പള്ളിയിലേക്ക് വരട്ടെ, പള്ളി വൃത്തിയാക്കാൻ. കുഞ്ഞുങ്ങൾ പള്ളിയിലേക്ക് വരട്ടെ, പള്ളിയിൽ വിളക്കിൽ എണ്ണയൊഴിച്ച് തിരി തെളിയിക്കുവാൻ. ഇന്ന് അമ്മമാരാണ് നേർച്ച എണ്ണയായിട്ട് പോകുന്നത് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുക. കാരണം ഇതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ വിഷയമാണ്. ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ദൈവം നമ്മെ ഉയർത്തുന്ന വിഷയമാണ്. യോശുവ സമാഗമന കൂടാരത്തിൽ നിൽക്കുകയാണ്. അവനെ കൊണ്ട്, ആ കൊച്ചു പയ്യനെ കൊണ്ട് എന്താണോ ചെയ്യാനൊക്കുന്നത് അത് ചെയ്തുകൊണ്ട് സമാഗമന കൂടാരത്തോട് ചേർന്ന് നിൽക്കുകയാണ്, ശുശ്രൂഷാഭാവത്തോടുകൂടെ. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, യോശുവ സമാഗമന കൂടാരത്ത് നിൽക്കുന്നത് ഒരു അധികാരഭാവത്തോടെയല്ല. യോശുവ സമാഗമന കൂടാരത്ത് നിൽക്കുന്നത് ഒരു സ്വാർത്ഥമായ താല്പര്യത്തോടെയല്ല. യോശുവ സമാഗമന കൂടാരത്ത് നിൽക്കുന്നത് തൻ്റെതായ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഒരു ശുശ്രൂഷാഭാവത്തോടെയാണ്.
പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷാഭാവത്തോടെ യോശുവ നിൽക്കുകയാണ്. നമുക്കൊക്കെ ഇന്ന് കൈമോശം വന്നിരിക്കുന്ന ഭാവമാണ് ശുശ്രൂഷ. അല്പം വിദ്യാഭ്യാസവും അല്പ സാമ്പത്തികവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ശുശ്രൂഷ നമ്മിൽ നിന്ന് കൈമോശം വന്നുപോയി. നമ്മൾ ആരും തയ്യാറല്ല ശുശ്രൂഷ ചെയ്യാനായിട്ട്. യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. എവിടെ വെച്ചാ? സഹീയോൻ സ്പീഡ് കൂടുതലല്ലേ, ചിന്തിച്ച് വരുമ്പോഴത്തേക്ക് സമയം പോകുന്നു. സഹീയോൻ മാളികയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് അന്ന് കർത്താവ് നടത്തിയ വേറൊരു ശ്രദ്ധേയമായ ശുശ്രൂഷയുണ്ടാ. എന്താ അത്? കാല് കഴുകലാണ്. വിശുദ്ധ കുർബാന സ്ഥാപിച്ച അതേ സ്ഥലത്ത് കർത്താവ് കാല് കഴുകുകയാണ്. ആരുടെ കാലാണ് ആദ്യം കഴുകുന്നത്? യോഹന്നാന്റെ കാലാണ്. ഏറ്റവും ചെറിയവന്റെ അടുത്തേക്ക് പാത്രത്തിൽ വെള്ളമെടുത്ത് അരയിൽ തൂവാല ചുറ്റി യേശു താണ് 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 ഇറങ്ങി യോഹന്നാന്റെ കാല് പിടിച്ച് കഴുകി ചുംബിക്കുമ്പോ അഗ്നിമയന്മാർ അന്താളിച്ചു പോയി എന്നാണ് പിതാക്കന്മാർ പറയുക. സഹോദരങ്ങളെ, എന്തിനാണ് യേശു കാല് കഴുകിയെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ ശുശ്രൂഷകനായെങ്കിൽ നിങ്ങളും പരസ്പരം കാല് കഴുകേണ്ടവരാ. എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ കുർബാന എവിടെ നടപ്പിലാകുന്നോ അവിടെ അതിൽ സംബന്ധിക്കുന്നവരുടെ മനോഭാവം കാല് കഴുകലിൻ്റെ, കാലുവാരലിൻ്റെ കാല് കഴുകലിൻ്റെ മനോഭാവമാകണം. നമ്മൾ എവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ? സഹീയോൻ മാളികയിലേക്ക്, സഹീയോൻ മാളികയുടെ അനുഭവത്തിലേക്കാണ് ഓരോ ഞായറാഴ്ചയും നമ്മൾ വരുന്നത്. പക്ഷെ നമ്മുടെ മനോഗത എന്താണ്? നമ്മുടെ ഓരോരുത്തരോടുമുള്ള നമ്മുടെ ബോധ്യം എന്താണ്? ഓരോരുത്തരെ കുറിച്ചുമുള്ള നമ്മുടെ വിചാരം എന്താണ്? ഞാൻ പറഞ്ഞത്, ശുശ്രൂഷയുടെ ഭാവം നമുക്ക് കൈമോശം വന്നിരിക്കുകയാണ്. എറണാകുളത്ത് ഒരു പള്ളി കാണാൻ പോയി. പല പള്ളി കാണാൻ പോയ കൂട്ടത്തിലൊരു പള്ളി. എൻ്റെ കൂടെ കുറേ ആളുകളുണ്ട് എൻ്റെ പള്ളിയിൽ. ആ ബസ് പാർക്ക് ചെയ്തു, മുമ്പോട്ട് നടന്നു. ഞാൻ പുരുഷന്മാർ ഞങ്ങൾ മുമ്പോട്ട് നടന്ന് പുറകെ നോക്കിയപ്പോൾ സ്ത്രീകളാരുമില്ല, ആരും എത്തുന്നില്ല. നോക്കിയപ്പോൾ അവിടെ കുറച്ച് ചൂലുകൾ വെച്ചിട്ടുണ്ട്. ഈ സ്ത്രീകളെല്ലാം കൂടെ അവിടുത്തെ ചൂലെടുത്തിട്ട് ആ മുറ്റം തൂക്കുകയാണ്. ആ മുറ്റം തൂക്കുന്ന കാഴ്ച ഞാനിങ്ങനെ കൗതുകത്തോടെ നോക്കി നിന്ന്. കാരണം ഇതുങ്ങളൊന്നും സ്വന്തം പള്ളി മുറ്റം തൂത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇവരടുത്ത് വന്നപ്പോൾ ഞാൻ അല്പം നർമ്മം കലർത്തി പറഞ്ഞു, നിങ്ങൾക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പള്ളിയിൽ എത്ര ചൂല് വേണമെങ്കിലും മേടിച്ച് വെച്ചിട്ട് ഇപ്പോൾ തൂത്തുകൊണ്ടിരിക്കുന്ന ചേച്ചിയെ പറഞ്ഞു വിടായിരുന്നു. അവർക്കിഷ്ടപ്പെട്ടില്ല. അവരതിനെ അല്പം നീരസത്തോടെ പറഞ്ഞു, ഈ അച്ഛനിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഇത് നേർച്ചയാന്ന് പറഞ്ഞു. അല്ലെങ്കിലും പല നേർച്ചകളും അച്ഛന്മാർക്ക് മനസ്സിലാകുന്നത് ഇവർ വന്നു കഴിയുമ്പോഴാണ്. ഇങ്ങനെയും നേർച്ചയുണ്ടെന്ന്. നേർച്ച നേർന്നോണം കേട്ടോ, പള്ളിക്ക് എന്തെങ്കിലും പ്രയോജനം നേർച്ച കൊണ്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പല പ്രധാനപ്പെട്ട പള്ളികളും പിടിച്ചു നിൽക്കുന്നത് ചരിത്രപ്രസിദ്ധം, പൗരാണികം, തീർത്ഥാടന കേന്ദ്രം എന്നൊക്കെ പറയുന്ന പല പള്ളികളും പിടിച്ചു നിൽക്കുന്നത് എന്തുള്ളതുകൊണ്ടാണ്? നേർച്ചയുള്ളത് കൊണ്ടാണ്. പാവപ്പെട്ട ഇടവക പള്ളി രക്ഷപ്പെടാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? നേർച്ചയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നേർച്ച നേരുന്നത് നിവർത്തിക്കുക, നേർന്നിട്ട് അബദ്ധം സംഭവിക്കരുത്. മറന്നുപോയെന്നൊക്കെ പറഞ്ഞ് പിന്നെ 5-8 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ ആണോ എന്ന് ചോദിച്ച് ആവശ്യമില്ലാത്ത ആശങ്കാകുലരാകരുത്. പറയുന്നത് അങ്ങ് ചെയ്തേക്കണം. ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ പറയാതിരിക്കണം. പറയാതെ ചെയ്യുന്നതാണ് കുറേ കൂടി നല്ലത്. അല്ലെങ്കിൽ പറഞ്ഞു പോയല്ലോ എന്നോർത്ത് മനസ്സോടെ ചെയ്താൽ അത് അതിനേക്കാൾ വലിയ കുഴപ്പമാണ്. ഇത്രയും വലിയ നേർച്ചയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ഭർത്താവ് ചോദിക്കാനും ഇടയാകരുത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇതൊരു നേർച്ചയാണെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് ഈ നേർച്ചയുടെ പ്രത്യേകത? അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് നേർച്ച, ചൂല് വെച്ചിരിക്കുകയാണ് നേർച്ച എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ കൂടെ ഇപ്പോൾ ഒരു ചിന്ത ഞാൻ പറയാം. അഹങ്കാരിയായ മനുഷ്യനെ, ശുശ്രൂഷ മനോഭാവം കൈമോശം വന്ന മനുഷ്യനെ ശുശ്രൂഷയിലേക്ക് താഴേക്ക് വന്ന് ചൂലെടുത്ത് ഒരു പരിചയമില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത, ഒരു കാര്യമില്ലാത്ത ഒരു മുറ്റം, ഒരു കരിയില പോലും അവിടെ ഇല്ല. എന്നിട്ടും അവിടെ തൂക്കാൻ നിർബന്ധിച്ചത് ഒരൊറ്റ വാക്കാണ്. എന്ത്? നേർച്ച. എന്താ നേർച്ചയുടെ പ്രത്യേകത? അതിനൊരു ദൈവബന്ധത്തിൻ്റെ, ഒരു ദൈവികമായ ബന്ധത്തിൻ്റെ തലമുണ്ട. പ്രിയപ്പെട്ടവരെ, അന്നേരം ഈ ഉടുത്തൊരുങ്ങി വന്ന നമ്മുടെ സ്ത്രീകൾ അവരാരും പിന്നീട് ചൂലെടുക്കാറില്ല. അങ്ങനെ വന്ന സ്ത്രീകൾ അങ്ങനെ വന്നിട്ട് പോലും ചൂലെടുത്തതിൻ്റെ കാരണം അവിടെ നേർച്ച എന്ന് എഴുതി വെച്ചത് കൊണ്ടാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയത്, അഹങ്കാരിയായ മനുഷ്യനെ ശുശ്രൂഷയുടെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ആരോ ബുദ്ധിപൂർവ്വം കണ്ടെത്തിയ മാർഗമാണ്. എന്താ?
നേർച്ച. എല്ലാ നേർച്ചയും അങ്ങനെയാണ്. നമ്മൾ താണ് വീണ് കേടാണ് നേരുന്നത്. ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ആരും നേരാറില്ല, സുഗമമായി നടക്കുമ്പോൾ ആരും നേരാറില്ല, സാധാരണ ജീവിതത്തിൽ ഒരു നേർച്ചയുണ്ടാവില്ല. പലപ്പോഴും നേർച്ച നേരുന്നത് സന്നിഗ്ധമായ അവസ്ഥയിലാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ കയ്യേലപ്പുറത്തെ തേങ്ങ പോലെ രണ്ട് സാധ്യതകളും ഒരുപോലെ മുമ്പിൽ വരുമ്പോഴാണ് അങ്ങ് നേരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചത് ശുശ്രൂഷയിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. കൈമോശം വരരുത് ശുശ്രൂഷാഭാവം. നമ്മുടെ വീട്ടിലുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിക്കുവാൻ, ഭർത്താവ് ഭാര്യയെ ശുശ്രൂഷിക്കുവാൻ, മാതാപിതാക്കൾ മക്കളെ ശുശ്രൂഷിച്ചവരാണ്, തിരിച്ചവരെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് ചുമതലയുണ്ട്, ബാധ്യതയുണ്ട്. ശുശ്രൂഷ വാസ്തവത്തിൽ ആരംഭിക്കേണ്ടത് സ്വന്തം ഭവനത്തിലാണ് എന്നുള്ളതാണ് വസ്തുത. ഞാൻ ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ദേവാലയത്തിൽ നമ്മളെല്ലാവരും ശുശ്രൂഷക്കാരാണ്. സങ്കീർത്തനക്കാരൻ എന്താ പറയുക? യഹോവേ തിരുനിവാസം. തിരുനിവാസം എത്ര മനോഹരം! തിരുനിവാസം മനോഹരമാകുന്നത് എങ്ങനെയാണ്? എന്നിലൂടെയാണ്. അത് മനോഹരമാക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ഇവിടെ ഒരു കൊച്ചൻ, ഒരു കൊച്ചു പയ്യൻ സമാഗമന കൂടാരത്തിൽ ഇങ്ങനെ ശുശ്രൂഷകനായിട്ട് നിൽക്കുകയാണ്. ശുശ്രൂഷ ഏതർത്ഥത്തിൽ വേണേലും നിങ്ങൾ വ്യാഖ്യാനിച്ചോ, ഒരു ശുശ്രൂഷകനായിട്ട് നിൽക്കുകയാണ്. അടുത്ത വിഷയം, ശുശ്രൂഷകനായി നിന്ന യോശുവായിക്ക് എന്ത് കിട്ടി? ശുശ്രൂഷകനായി നിന്ന യോശുവായിക്ക് എന്ത് അനുഗ്രഹമാണ് ഉണ്ടായത്? അത് വിശദീകരിക്കുവാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങളാണ്. വീട്ടിൽ പോയി സൗകര്യം പോലെ ഒന്ന് വായിച്ചു നോക്കണം. സംഖ്യാപുസ്തകം 13-14 അധ്യായം. ഇസ്രായേൽക്കാർ യാത്ര ചെയ്യുകയാണ്. മരുഭൂമിയിൽ അവരുടെ മിസ്രയീമിലെ വാസം കഴിഞ്ഞിട്ട് കനാൻ ദേശത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. യാത്ര ആരംഭിക്കുന്ന സമയത്ത് യഹോവ മോശയോട് പറഞ്ഞു, നീ ഇസ്രായേൽക്കാരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുക്കണം. ഒരു ഗോത്രത്തിൽ നിന്ന് ഒരാളെ വീതം 12 പേരെ തിരഞ്ഞെടുത്ത് കനാൻ ദേശം ഒറ്റുനോക്കുവാൻ വേണ്ടി അയക്കണം. ഒറ്റുനോക്കുക എന്ന് പറഞ്ഞ സ്പൈ വർക്കാണ്. ആരും അറിയാതെ, ആരും ശ്രദ്ധിക്കാതെ, ഒളിച്ചും പാത്തും കനാൻ ദേശത്തേക്ക് പോയി അവിടെ ചെന്നിട്ട് അവിടുത്തെ അവസ്ഥകളൊക്കെ കണ്ടിട്ട് അവിടെ യാത്ര സുഗമമാണോ, അവിടെ ചെന്നാൽ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ, അവിടുത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് അന്വേഷിച്ച് അറിയുവാൻ വേണ്ടി ഒരു ഗോത്രത്തിൽ നിന്ന് ഒരാളെ വീതം 12 പേരെ തിരഞ്ഞെടുത്ത് കനാൻ ദേശം ഒറ്റുനോക്കുവാൻ വേണ്ടി അയക്കണമെന്ന് പറഞ്ഞു. അടുത്ത വാചകം, തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഇസ്രായേലിൽ പ്രഭുക്കന്മാരായിരിക്കണം. ഒരു നിബന്ധനയുണ്ട്. ഇസ്രായേലിലെ സാധാരണക്കാരെയല്ല, ഇസ്രായേലിലെ തീരെ താഴേക്കിടയിലുള്ള ആളുകളെയല്ല, ഇസ്രായേലിലെ പ്രഭുഗണത്തിൽപ്പെട്ട ഗണനീയമായ സ്ഥാനത്തുള്ള അംഗീകാരമുള്ള, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആഭിജാത്യമുള്ള പ്രഭുഗണത്തിൽപ്പെട്ട ആളുകളെ വേണം നീ തിരഞ്ഞെടുത്ത് അയക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ പേരുകൾ പറയുകയാണ്. വേദപുസ്തകമുള്ള ആരെങ്കിലും ഉറക്കെ വായിക്കാമെങ്കിൽ വായിക്കാം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം. എഫ്രൈം ഗോത്രത്തിൽ നൂന്റെ മകൻ ആരാ? ഹോശയ. നമ്മൾ കേട്ടിരിക്കുന്നത് എന്നതാ? നൂന്റെ മകൻ യോശുവ. എഴുതിയിരിക്കുന്നത് എഫ്രൈം ഗോത്രത്തിൽ നൂന്റെ മകൻ ഹോശയ. 13-ാം അധ്യായം 8-ാം വാക്യം. അടുത്തത് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു വാക്യം കൂടെ പറയുക. 16-ാമത്തെ വാക്യം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. 13-ന്റെ 8 ഇപ്പോൾ വായിച്ചത്, ഇനി വായിക്കുന്നത് 13-ന്റെ 16. അങ്ങനെയെങ്കിലും 2 വാക്യം ഓർത്താലായി. 16 വായിച്ചു. ദേശമൊറ്റു നോക്കുവാൻ മോശ അയച്ച പുരുഷന്മാരുടെ പേരുകളാവിത്. എന്നാൽ നൂന്റെ മകനായ ഹോശയായിക്ക് മോശ യോശുവ എന്ന് പേരിട്ടു. അപ്പനും അമ്മ ഇട്ട പേര് ഹോശയ, മോശ മാറ്റിയിട്ട പേര് യോശുവ. അതിൻ്റെ എബ്രായ രൂപത്തിൽ കാര്യമായ അർത്ഥവ്യത്യാസമൊന്നുമില്ലെങ്കിലും പ്രൊനൗൺസിയേഷൻ വളരെ പ്രധാനമാണ്. പേരിന് പ്രൊനൗൺസിയേഷനാണല്ലോ പ്രധാനം. നമ്മുടെ പേര് ചോദിച്ചിട്ട് ആരെങ്കിലും ഒന്നുകൂടെ എന്താ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. എൻ്റെ പേരിനൊന്നും അങ്ങനത്തെ കുഴപ്പം വരാറില്ല. ഒറ്റ ചോദ്യത്തിന് മനസ്സിലാവും. ഇപ്പോഴത്തെ ഇംഗ്ലീഷ് സംസ്കാരം കൂടെയൊക്കെ ചേർന്ന് വരുമ്പോൾ പേര് ചോദിച്ച് കഴിയുമ്പോഴത്തേക്ക് 1 ചോദിച്ച് 2 ചോദിച്ചു 3 ചോദിച്ചു അവസാനം പറയും അപ്പൂന്നങ്ങ് വിളിച്ചാൽ മതി എന്ന് പറയും. പിള്ളേർ പറയും. അതോ പിള്ളേരുടെ പേര് ചോദിക്കുന്ന സൂക്ഷിച്ചു പോടെ. ഈയിടെ കുറേ നാൾ മുമ്പ് ഞാനൊരു വിവാഹ കൂദാശയ്ക്ക് എന്ന പെണ്ണിനെ പ്രാർത്ഥിച്ചിറക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ഒന്നും ആയിട്ടില്ല, അവിടെ ആരോടും വർത്തമാനം പറയാനില്ല.
ഇപ്പോൾ തൊട്ടടുത്തിരുന്ന ഒരു കൊച്ചനോട് ഞാൻ ചോദിച്ചു, മോനെ നിൻ്റെ പേരെന്താ? ഞാൻ വലിയ താല്പര്യത്തിൽ എന്നാ ഒന്ന് തുടങ്ങി വെക്കാം എന്ന് വിചാരിച്ചാ ചോദിച്ചേ. അവൻ എന്നോട് പറയുകയാണ്, എന്നോടല്ല, അവൻ ഇങ്ങനെ പറയുകയാണ്, ഇനി ഇപ്പം വരും. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എനിക്ക് എത്രയും വേഗം പെണ്ണിനെ പ്രാർത്ഥിച്ചിറക്കിയിട്ട് അവിടെ നിന്ന് പോന്നാൻ മതി എന്നേ ഉള്ളായിരുന്നു. പക്ഷെ ഞാനവനെ വീഴിച്ചു വേറൊരു വഴിയിലൂടെ. അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത്, പിള്ളേരോടൊക്കെ ചുമ്മാ ലോകം ചോദിച്ച് എന്നാ കൊണ്ട് വിശേഷം, കൈക്ക് എന്നാ പറ്റി, കാലിന് എന്നാ പറ്റി, ഇതൊന്നും അവർക്ക് വലിയ താല്പര്യമുള്ള വിഷയമൊന്നുമല്ല. നമ്മൾ പണ്ടേ ഈ മൂലയ്ക്ക് നിന്ന് സ്ത്രീകൾ വർത്താനം പറയുന്നത് പോലെയും പ്രായമുള്ളവർ വർത്താനം പറയുന്നതിലൊക്കെ പിള്ളേരോട് വർത്താനം പറഞ്ഞാൽ അവർ ആ വശത്തേക്ക് പിന്നെ വരികയില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അവരുടെ മൈൻഡ് സെറ്റ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെട്ടാൽ നിങ്ങളുടെ അടുത്ത്, പ്രായമുള്ളവരുടെ അടുത്ത് അവരേറെ താല്പര്യത്തോടെ അടുത്ത് വരും. ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യും. പറഞ്ഞിട്ട് കാര്യമില്ല. ആ രീതിയിലാണ് അവർ വളരുന്നത്. നമുക്കിനി അവരെ എത്രമാത്രം ആ രീതിയിലോട്ട് ആക്കാൻ ഒക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ഇവിടെ പേര് മോശ മാറ്റിയിടുകയാണ്. യോശുവ, മോശ ഇട്ട പേരാണ് യോശുവ. നമ്മുടെ വിഷയം ഇതാണ്. തെരഞ്ഞെടുക്കേണ്ടത് ഇസ്രയേലിലെ പ്രഭുക്കന്മാരെയാണ്. പ്രഭുക്കന്മാരിൽ ഒരാളാണ് ആര്? യോശുവ. യോശുവ ഇന്ന് ഇസ്രയേലിലെ പ്രഭുഗണത്തിലേക്ക് വന്നിരിക്കുക. ഒരു കൊച്ചു പയ്യനായി സമാഗമന കൂടാരത്തിൽ മുറ്റം തൂത്തുകൊണ്ടിരുന്ന, അതിനകം തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരുന്ന, അതിൽ എണ്ണയൊഴിച്ചുകൊണ്ടിരുന്ന യോശുവ ഇന്ന് പ്രഭുഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുക. എനിക്ക് ഒന്നാമത് പറയാനുള്ളത്, യോശുവയ്ക്ക് കിട്ടിയ ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഭൗതികമായ പുരോഗതിയാണ്. ദൈവം അവനെ ഉയർത്തി. ഒരു കൊച്ചു പയ്യനായി ദേവാലയത്തിൽ ചുറ്റിപ്പറ്റി നിന്നവനെ ദൈവം കണ്ടു. വേദപുസ്തകം പറയുന്നുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയിൽ പിച്ച വെച്ച് പഠിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയോട് ചേർന്ന് നിൽക്കണം. അവരുടെ കുസൃതിത്തരങ്ങളൊക്കെയുണ്ട്. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, കുഞ്ഞ് പള്ളിയിൽ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ദൈവം അവനെ ഉയർത്തി, എല്ലാ പ്രഭുഗണത്തിലേക്ക് ഉയർത്തി. ഭൗതികമായ അനുഗ്രഹം നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട്. ഭൗതിക അനുഗ്രഹം, വിദ്യാഭ്യാസത്തിൽ ഉന്നതി വേണം, സാമ്പത്തിക ഉന്നതി വേണം, മറ്റെല്ലാം മഹിമയും വേണം, നല്ല ജോലി വേണം, എല്ലാ തരത്തിലും ഔന്നത്യം വേണം. പ്രിയപ്പെട്ടവരെ, ഔന്നത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവമാണ് ഉയർത്തുന്നത്. പത്രോസ്ലീഹ പറഞ്ഞു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് നിങ്ങൾ താണിരിപ്പീൻ. അതാ ശുശ്രൂഷ. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുന്നതാണ് ശുശ്രൂഷ. അപ്പോൾ ആരുയർത്തും? ദൈവം ഉയർത്തുമെന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് വേറൊരാളുടെ കാര്യമാണ്. ആ കൊച്ചൻ കിടന്നുറങ്ങുന്നത് സാക്ഷിയിൻ പെട്ടകം വെച്ചിരിക്കുന്ന മുറിയുടെ അടുത്താണ്. ആരാന്നറിയാമോ? സാക്ഷിയും പെട്ടകം വെച്ചിരിക്കുന്ന മുറിയുടെ അടുത്ത് കിടന്നുറങ്ങുന്ന ഒരു കൊച്ചു പയ്യൻ. ആ പയ്യൻ അവനാണ് സാക്ഷിയും പെട്ടകം വെച്ചിരിക്കുന്ന മുറിയിലെ സാക്ഷിയും പെട്ടകത്തിന് തൊട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന വിളക്കില് തിരിയിടുന്നത്, അവിടെ തീ കത്തിക്കുന്നത് അവനാണ്. അവനെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി ശുശ്രൂഷ അല്ലേ? ഒരു കൊച്ചു, നിങ്ങൾ ഓർത്തേ, ഒരു കൊച്ചു പയ്യൻ ചെയ്യുകയാണ് ഒരു വലിയ ശുശ്രൂഷ. കാരണം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാ? ദൈവത്തിന് വേണ്ടി. ആർക്കു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ വലിപ്പം തീരുമാനിക്കുക. ചെയ്യുന്നത് ആരാണെന്നുള്ളതല്ല, ആർക്കു വേണ്ടി എന്നുള്ളതാണ്. അപ്പോ ദൈവത്തിന് വേണ്ടി. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം മനുഷ്യർക്കെന്നല്ല ദൈവത്തിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. എല്ലാ പ്രശ്നം തീരോടെ അല്ലേ? എന്താ? നിങ്ങൾ ചെയ്യുന്നതെല്ലാം മനുഷ്യർക്ക് എന്നല്ല, ദൈവത്തിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. സഹോദരങ്ങളെ, ചെയ്യുന്നത് വലിയവനായ ദൈവത്തിന്. അതുകൊണ്ടത് വലിയ കാര്യമായിട്ട് മാറുകയാണ്. ശമൂവേൽ ബാലൻ സാക്ഷിയും പെട്ടകത്തിന്റെ തൊട്ടടുത്ത് കിടന്നുറങ്ങി. ആ മുറി സൂക്ഷിച്ചു. സാക്ഷിയും പെട്ടകം നോക്കി സൂക്ഷിച്ച് വൃത്തിയാക്കി വെടിപ്പാക്കി. അതിൻ്റെ മുന്നിൽ വിളക്ക് തെളിയിച്ചു. എന്താ കിട്ടിയെന്നറിയാവോ? ഇസ്രായേലിൽ ആർക്കും കിട്ടാത്ത ഒരേ സമയത്ത് 3 സ്ഥാനം. 1, അവൻ പ്രവാചകനായിരുന്നു. 2, അവൻ പുരോഹിതനായിരുന്നു. 3, അവൻ ന്യായാധിപനായിരുന്നു. ന്യായാധിപൻ, പ്രവാചകൻ, പുരോഹിതൻ. ഇസ്രായേലിൽ ആർക്കും കിട്ടിയിട്ടില്ല. എന്താ ക്വാളിഫിക്കേഷൻ അല്ലേ? വിളക്ക് കത്തിച്ചു. എന്താ യോഗ്യത? എന്താണ് വിദ്യാഭ്യാസ യോഗ്യത? എന്താണ് എക്സ്പീരിയൻസ്? ഇത് രണ്ടും, ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും കൂടെ ചേർത്ത് വെച്ചാൽ സാക്ഷിയിൻ പെട്ടകത്തിന്റെ ചുറ്റും കറങ്ങി നടന്ന ഒരു കൊച്ചൻ, അവന് കിട്ടിയത് കിട്ടാവുന്ന പരമാവധി നേട്ട. വേറെ ആർക്കും എത്തിപ്പിടിക്കാനൊത്തില്ല. അത്രയും ദൈവം ഉയർത്തണം.
എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, എത്ര പഠിച്ചാലും, ഞാൻ വീണ്ടും വീണ്ടും പറയുക, എത്ര പഠിച്ചാലും അവസരങ്ങൾ ദൈവം തന്നില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കത്തേ ഉള്ളൂ. പഠിച്ച എത്ര ആളുകൾ എനിക്കറിയാമെന്നറിയാം. എനിക്ക് ഏറ്റവും അടുപ്പവും ബന്ധവും ഒക്കെ ഉള്ളവരെത്ര ഒന്നാമതായിട്ട് പഠിച്ചതാണ്. വെറുതെ നടക്കുകയാണ്. അവസരങ്ങൾ ദൈവം തരണം. ആരെങ്കിലും എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ എവിടെയെങ്കിലും എത്തിയെന്ന് വിചാരിച്ചാൽ മൗഢ്യമാണ്. അവസരം ദൈവം തന്നില്ലായിരുന്നെങ്കിൽ സഹോദരങ്ങളെ നമ്മളങ്ങ് എത്തുകയില്ലായിരുന്നു. ഒരു സ്ലിപ്പ്, നമ്മുടെ പരീക്ഷയുടെ ദിവസമോ ഇന്റർവ്യൂവിൻ്റെ ദിവസമോ അല്ലെങ്കിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഏതെങ്കിലും ദിവസം ഒരു സ്ലിപ്പ് സംഭവിച്ചാൽ മതി, നമ്മൾ വേറെ വഴിയിലേക്ക് പാളിപ്പോയേനെ. എത്തിയവർക്ക് അഹങ്കരിക്കാനൊന്നുമില്ല, എത്താത്തവർക്ക് നിരാശപ്പെടാനൊന്നുമില്ല. കാരണം ദൈവം തരുന്നു, ദൈവം തരാതിരിക്കുന്നു എന്നുള്ളതിനപ്പുറം അതിന്മേൽ അവകാശവാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. പ്രിയപ്പെട്ടവരെ, പഠിച്ചാൽ ഉയരണമെന്ന് നിർബന്ധം ഇല്ല. എന്നാൽ പഠിക്കാതെ ഇട്ട് നീ അച്ഛൻ ഇത് പറഞ്ഞൊന്നും പറഞ്ഞ് വൈകിട്ട് വീട്ടിലോട്ട് ചെന്നിട്ടേ അടുത്ത ആഴ്ച അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നു കഴിയുമ്പം നിങ്ങളാരും അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ എന്ന് ചോദിച്ച് തുടങ്ങണ്ട. പഠിച്ചാൽ രക്ഷപ്പെടണമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പഠിക്കേണ്ട എന്നുള്ള അർത്ഥമില്ല. ദൈവത്തിൻ്റെ കൃപയില്ലാതെ, ദൈവത്തിൻ്റെ ഇടപെടലില്ലാതെ ഉയരാനൊക്കില്ല. എന്നാൽ ഈ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചെത്തിപ്പിടിക്കാൻ ഒക്കുന്നതിനപ്പുറത്തേക്ക് ദൈവം നമ്മെ ഉയർത്തും. നമ്മൾ ഇത്ര ചെയ്തുള്ളൂ, പക്ഷേ അതിനപ്പുറത്തേക്ക് ദൈവം നമ്മെ ഉയർത്തുകയാ. എത്ര ആളുകളുടെ ചരിത്രം, എത്ര ആളുകളുടെ കഥ പറയാനുണ്ടെന്നറിയാമോ? കുറച്ച് പഠിച്ചു, അല്ലെങ്കിൽ കുറച്ചൊക്കെ അവർ ചെയ്തു, അതിനപ്പുറത്തേക്ക് ദൈവം അവരെ ഉയർത്തി. അടുത്ത സമയത്ത് ഒരു പെൺകുട്ടി വരികയാണ്. ഏതാണ്ടൊരു 24-25 വയസ്സ് പ്രായം. നമ്മുടെ സഭയല്ല. അവളുടെ അപ്പൻ 3 മാസം മുമ്പ് മരിച്ചു. അവളുടെ അമ്മ 2 വർഷം മുമ്പ് മരിച്ചു. അപ്പനും അമ്മയില്ല. 24 വയസ്സുകാരി താമസിക്കുന്നത് ഇപ്പം അമ്മയുടെ ചേട്ടത്തിയുടെ വീട്ടിൽ ഒരാഴ്ച, അപ്പൻ്റെ പെങ്ങളുടെ വീട്ടിൽ വേറൊരാഴ്ച, ഇങ്ങനെ മാറി മാറി ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുക. അവൾ വന്നത് എന്തിനാണെന്നറിയാമോ? അവൾക്ക് വിദേശത്തൊരു ജോലി ശരിയായി. ടെസ്റ്റ് എഴുതി അന്നേരം പാസ്സാകുവാണ്. അപ്പനും അമ്മയില്ലാത്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആളുകൾ തട്ടിയെന്നൊന്നും ഞാൻ പറയത്തില്ല, അവർ സ്വീകരിക്കുന്നുണ്ടായിരിക്കാം. വീടാന്തരം മാറി മാറി കയറി ഇറങ്ങി താമസിക്കുന്ന പെണ്ണ് അടുത്ത മാസം വിദേശത്ത് ജോലിക്ക് പോകാനായിട്ട് 1,25,000 രൂപ സാലറിയിൽ ജോലിക്ക് പോകാനായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അതിൻ്റെ വണ്ടിക്കൂലിക്കുള്ള കാശ് തരാമോ എന്ന് ചോദിച്ചാണ് അവളുടെ ഒരു അപേക്ഷ. ഞാൻ പറഞ്ഞത്, ദൈവം ഉയർത്തുന്നതുണ്ട് ചെറിയ ജീവിതങ്ങളെ. അല്ലെങ്കിൽ ആ കവലയിൽ കിടന്നടിയേണ്ട ജീവിതമാണ്, ആ ചെറിയ ലോകത്തൊതുങ്ങിപ്പോകേണ്ട ജീവിതമാണ്. നോക്കാൻ അപ്പനില്ല, സംരക്ഷിക്കുവാൻ അമ്മയില്ല, ഉപദേശം നൽകുവാൻ വീട്ടിൽ ആരുമില്ല. അപ്പനും അമ്മയുള്ള മക്കൾ ശ്രദ്ധിക്കണം, നിങ്ങളൊക്കെ പരമാനന്ദത്തിലാണ്. ഞാൻ പലപ്പോഴും വലിയ അതിശയത്തോടെ ഓർക്കാറുണ്ട്, എൻ്റെ അപ്പന് എൻ്റെ ചെറുപ്രായത്തിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ ഗതി എന്താകുമായിരുന്നു? അൺപ്രഡിക്റ്റബിൾ. ഏതവസ്ഥയിലെത്തുമെന്ന് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞത്, മാതാപിതാക്കൾ ഉള്ളപ്പോൾ അവരോട് അലോരസമായി, സ്നേഹമില്ലാതെ, അവഗണിച്ച്, തർക്കിച്ച്, നിഷേധിച്ച് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പറയുകയാണ്, ദേ ഇങ്ങനെയൊരു പെണ്ണ് അപ്പനും അമ്മയില്ലാതെ വീടാന്തരം മാറി മാറി കഴിയേണ്ടി വരുന്ന ഒരു ഗതികേടിൻ്റെ ഉടമ. ദൈവം ഉയർത്തണം. ദൈവം ഉയർത്തിയാൽ ആ ഉയർച്ചയോളം വേറെ നമ്മുടെ പരിശ്രമം കൊണ്ട് ഉയരുന്നതല്ല. ദൈവം ഉയർത്തിയാൽ അതിനെ നമുക്ക് എത്തിപ്പിടിക്കാൻ ഒക്കുന്നതിനപ്പുറത്തേക്കാണ് ഉയർച്ച. ഒന്നാമത് ഇവന് കൊടുക്കുക ഭൗതിക പുരോഗതി. സഹോദരങ്ങളെ, ദൈവത്തോട് ചേർന്ന് നിന്നു ദൈവം അനുഗ്രഹിച്ച്. നിങ്ങൾ വിശുദ്ധ കുർബാനയെ കേട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനൊരു പ്രാർത്ഥന: കർത്താവേ, നിൻ്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിൻ്റെ സഭയിലും നിൻ്റെ ഇടവകയിലും നിൻ്റെ ആടുകളിലും, ഡയമെൻഷൻ നോക്കണം, നിൻ്റെ സഭയിലും നിൻ്റെ ഇടവകയിലും നിൻ്റെ ആടുകളിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമ്പോഴാണ്. ആ രസമായിരിക്കുന്നല്ലോ. ഇവിടെ ചിലർക്കൊക്കെ അറിയാമല്ലോ ഇത്. ഞാനോർത്തു സാധാരണ നമ്മുടെ ഒരു പ്രമാണം അച്ഛന്മാർ ചൊല്ലേണ്ട അച്ഛന്മാർ ചൊല്ലുക, ജനങ്ങൾ ചൊല്ലേണ്ടത് ജനങ്ങൾ ചൊല്ലുക, ആമീൻ പറയേണ്ട സമയമാകുമ്പം ഞങ്ങൾ റെഡി. പക്ഷേ ഈ അച്ഛൻ സൂക്ഷിക്കണം കേട്ടോ, ഇത് മുഴുവൻ ശ്രദ്ധിച്ച് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന ചിലരെങ്കിലും പറഞ്ഞു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുക. അതിൻ്റെ ഒരു കാരണമുണ്ട്. എല്ലാ ക്രമത്തിലും ഇതല്ല. ക്രമം മാറി മാറി വരുമ്പോൾ പ്രാർത്ഥന മാറിപ്പോകും. പ്രിയപ്പെട്ടവരെ,
പണ്ടൊരുത്തൻ ഒരു അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്കൊന്ന് മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് കയറണം എന്ന് പറഞ്ഞു. പഴയൊരു വല്യച്ഛനാണ്. അവരുടെയൊക്കെ സംസാര രീതിയിൽ പ്രത്യേക രീതിയാണല്ലോ. അച്ഛൻ പറഞ്ഞു, ഓക്കെ, ഏതായാലും നീ ആഗ്രഹിച്ചു വന്നതല്ലേ. അന്നൊന്നും ഇത്ര ഇടിയില്ല, ഇത്ര ആളുകൾ മദ്ബഹായിലൊന്നും കയറാറില്ല. വന്ന് അവനോട് പറഞ്ഞു, നീ ഒന്ന് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു. അവൻ വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അത്രയും ചൊല്ലിയപ്പം നിന്നുപോയി. കാരണം അച്ഛൻ്റെ മുമ്പിൽ ഇവനങ്ങ് വല്ലാതായി. നമുക്കും ഒരു പ്രശ്നമുണ്ട്, എല്ലാം അറിയാം, പക്ഷേ ചോദിച്ചു പോയാൽ ഇത്രയും ചൊല്ലി നിർത്തിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ അവനോട് പറഞ്ഞു, എടാ നിന്നെ വേണേൽ അച്ഛനാക്കാം, കാരണം അച്ഛന്മാർ ഇത്രയും ചൊല്ലിയാൽ മതി. ശുശ്രൂഷകനാണെങ്കിൽ മുഴുവൻ പഠിക്കണം, കാരണം പണ്ടത്തെ ശുശ്രൂഷകൻ മുഴുവൻ ചൊല്ലിക്കൊണ്ടാ പടിഞ്ഞാട്ട് ധൂപം വീശി വരുന്നത്. അതുകൊണ്ട് ശുശ്രൂഷക്കാരനാകണമെങ്കിൽ വിശ്വാസ പ്രമാണം മുഴുവൻ പഠിക്കണം. വേണമെങ്കിൽ അച്ഛനാകാനുള്ള യോഗ്യത വരെ ഇപ്പോൾ ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഞങ്ങളോട് സന്തോഷം തോന്നിക്കോട്ടെ എന്നോർത്ത് പറഞ്ഞതാ. സൂചിപ്പിച്ചത് നിങ്ങൾ ചൊല്ലാനുള്ളത് നിങ്ങൾ, ഞങ്ങൾ ചൊല്ലാനുള്ളത് ഞങ്ങൾ എന്നല്ല, നമ്മൾ ഒരുമിച്ചാണ്. ഇത് അച്ഛന്മാരുടെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന മാർഗ്ഗമല്ല. ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നിന്നിട്ട് എന്തു പറയാവുള്ളൂ? ആമീൻ പറയാവുള്ളൂ. അവസരം കിട്ടുമ്പോഴെല്ലാം കയറി തട്ടരുത്. ആമീനും കുറിയലായുസനും ഒക്കെ അവസരത്തിനൊത്ത് കാച്ചരുത്. കേട്ടിട്ട് അതിനോട് ചേർന്ന് നിന്നിട്ട് മൈൻഡ് അപ്ലൈ ചെയ്യണം. അച്ഛൻ ചൊല്ലിയതിന് മനസ്സ് കൊടുത്തിട്ട് നാവ് കൊണ്ട് ആമീൻ പറയാവുള്ളൂ. എങ്കിലേ ആ ആമീൻ എൻ്റേതാവുള്ളൂ. ആ ആമീൻ എൻ്റേതാവണമെന്ന് എങ്കിൽ അതിനോട് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രാർത്ഥന ഇതാണ്: നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ഇടവകയിലും നിന്റെ ആടുകളിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമെന്നാണ്. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്ലോ, ഒരു ഒഴുക്കാണ്. ഒഴുക്കിൻ്റെ പ്രത്യേകത എന്താണ്? തടഞ്ഞു നിർത്താനൊക്കത്തില്ല. നിറഞ്ഞു കഴിയുമ്പോൾ കവിഞ്ഞൊഴുകും. എല്ലാ അനുഗ്രഹവും കവിഞ്ഞൊഴുകുന്നതാണ്. നമ്മിൽ തന്നെ ഒതുക്കാവുന്ന ഒരനുഗ്രഹവും ഇല്ല. നമ്മിൽ തന്നെ തടഞ്ഞു വെക്കാവുന്ന ഒരനുഗ്രഹവും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരാൾ വിദ്യാഭ്യാസ സംബന്ധമായി ഒരു വലിയ ഉന്നതിയിലേക്കെത്തി നിങ്ങൾ ആ സർട്ടിഫിക്കറ്റും വെച്ച് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഗ്രഹം മറ്റൊരാളിലേക്ക് ഒഴുകുമ്പോഴാണ് നിങ്ങൾക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്, അല്ലേ? ഒരാൾ പഠിച്ചെങ്കിൽ ആ ആൾ പഠിച്ചതിൻ്റെ പ്രയോജനം സൊസൈറ്റിക്ക് കിട്ടുമ്പോഴാണ് ഈ ആളിന് വേതനം കിട്ടുന്നത്. ഇത് സേവനമായിട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് വേതനം ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പോൾ ബെനിഫിഷ്യറി ആകണമെങ്കിൽ, അനുഗ്രഹത്തിൻ്റെ ഗുണഭോക്താവാകണമെങ്കിൽ അനുഗ്രഹം കവിഞ്ഞൊഴുകണം. നമ്മളൊക്കെ ഇന്ന് ശ്രമിക്കുന്നത് അനുഗ്രഹം നമ്മിൽ തന്നെ കെട്ടിപ്പിടിച്ച് ഒതുക്കി നിർത്താനായിട്ടാണ്. എന്തൊരു സ്വാർത്ഥതയാണ്, എന്തൊരു അബദ്ധമാണ്. നിങ്ങൾ ആലോചിച്ച്, നമ്മളൊക്കെ മോട്ടറടിച്ച് വെള്ളം എടുക്കുന്നവരാണ് മിക്കവാറും. നമ്മൾ മോട്ടറടിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, നിറയും അല്ലേ? താഴെ വീഴുമ്പോഴാണ് ഓടിച്ചെന്ന് ഓഫ് ചെയ്യുന്നത്. നമ്മൾ ഈ മോട്ടറടിക്കുമ്പോൾ ഇതെൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ഈ വെള്ളം പുറത്തേക്ക് ഒഴുകാൻ വെച്ചിരിക്കുന്ന വാൽവുണ്ടല്ലോ, ആ വെള്ളം വീഴുന്ന സ്ഥലത്ത് നിൽക്കുന്ന ചെറിയ ചെറിയ പുല്ലുകളും ചെടികളും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൾ മോട്ടറടിച്ചു, നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു. ഇതുങ്ങ കാര്യം കോരിക്കൊണ്ടൊഴിച്ചു കൊടുക്കത്തൊന്നുമില്ല. ഈ മോട്ടർ അടിക്കുന്നത്, ഇത് ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞ് താഴേക്ക് ഒഴുകുമ്പോൾ ഇതുങ്ങൾക്ക് കിട്ടുവാണ് ഒരു ഗുണം, അതിൻ്റെ അനുകൂലമായ ഭാവം കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ആ ചെടികൾ പറയുന്നു, നമ്മൾ മോട്ടർ അടിച്ചത് കൊണ്ട് അവരുടെ കാര്യം രക്ഷപ്പെടും. ഞാൻ വെറുതെ പറയല്ല. ഒരു സ്ത്രീ യേശുവിൻ്റെ അടുത്തേക്ക് വരിക, മകൾക്ക് ഭൂതോപദ്രവമാണ്. യേശുവിൻ്റെ അടുത്തേക്ക് വലിയ കരച്ചിലോടെ, വലിയ നിലവിളിയോടെ വരികയാണ്. ഏറ്റവും വലിയ കരച്ചിൽ ഏതാണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് വേണ്ടിയുള്ള കരച്ചിലാണ്. മക്കൾ ഉണ്ടാകാൻ വേണ്ടിയുള്ളതും ഉണ്ടായതിനു വേണ്ടിയുള്ള കരച്ചിലും. ശരിയാണോ? മക്കളില്ലാത്തവർ മക്കൾക്ക് വേണ്ടി നടത്തുന്ന കരച്ചിലിനേക്കാൾ ഭയങ്കരമാണ് ഉള്ള മക്കൾക്ക് വേണ്ടി പല മാതാപിതാക്കളും നടത്തുന്നത്. ഓരോ മകനും മകളും ചിന്തിക്കേണ്ടത്, എന്നെക്കുറിച്ച് എൻ്റെ അപ്പൻ എൻ്റെ അമ്മ കരയാൻ ഇടയാവരുതെന്നുള്ള. ലോകത്തിൻ്റെ മുഴുവൻ മുമ്പിൽ തോക്കാത്ത പല അപ്പന്മാരും തോറ്റുപോകുന്നത് ആരുടെ മുമ്പിലാ? മക്കളുടെ മുമ്പിലാ. അപ്പൻ തോക്കരുതെന്ന് ഉറപ്പാക്കേണ്ടത് മക്കളുടെ കടമയാണ്. അമ്മ പരാജയപ്പെടരുതെന്ന് ഉറപ്പാക്കേണ്ടത് മക്കളുടെ കടമയാണ്. സഹോദരങ്ങളെ, ഇവിടെ മകൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വരികയാണ്. യേശു അവളെ കണ്ടപാടെ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. എന്തൊരു വർത്താനം ഇതല്ലേ! യേശു ഇങ്ങനെ പറഞ്ഞ് നമ്മളെങ്ങും കണ്ടിട്ടില്ല. യേശുവിന് ഇതെന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു വർത്താനാണ്! ആ സ്ത്രീയുടെ ദണ്ണം, ആ സ്ത്രീയുടെ കരച്ചിലിന് മുമ്പിൽ കർത്താവ് എന്താ ഇങ്ങനെ പെരുമാറിയേ? ഏതായാലും അതവിടെ നിൽക്കട്ടെ. യേശു ഇത് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. ആ സ്ത്രീ പറഞ്ഞ അടുത്ത വാചകം എന്താണെന്നറിയോ? ഞാനത് എൻ്റെ വാക്കിലാക്കുക.
മേശയിൽ നിന്ന് വീഴുന്നത് ഞങ്ങളുടേതാ. എന്താ പറഞ്ഞേ? മേശയിൽ നിന്ന് വീഴുന്നത് ഞങ്ങളുടേതാ. പാത്രത്തിൽ നിന്ന് എടുത്തു തരുമ്പോൾ നിങ്ങളുടേതാണ്, നിങ്ങളുടെ ഔദാര്യമാണ്. മേശയിൽ നിന്ന് വീഴുന്നത് ഞങ്ങളുടെ അവകാശമാണ്. യേശു പറഞ്ഞു, സമാധാനത്തോടെ പൊയ്ക്കോ, നിന്റെ ഇഷ്ടം പോലെ. എനിക്ക് കർത്താവിൻ്റെ ആ മുഖം എനിക്കിപ്പോൾ കാണാൻ പറ്റില്ല. കാരണം ഈ സ്ത്രീയുടെ മുമ്പിൽ ഈ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടി വന്ന യേശുവിൻ്റെ മുഖം, അതൊരു പരീക്ഷണമായിരുന്നു. മീൻസ് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയായിരുന്നു. അതിനെ ആ രീതിയിലാണല്ലോ നമ്മൾ കാണുന്നത്. എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുത്തു പൊക്കോളം പറഞ്ഞു. മേശയെന്ന് വീഴുന്നത് നമ്മൾ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം കവിഞ്ഞൊഴുകാനുള്ളതല്ല, ഇറുക്കി ഉള്ളതാണ്, ഇറുക്കി പിടിക്കാനുള്ളതല്ല, നമ്മുടേതായിട്ട് കൊണ്ടു നടക്കാനുള്ളതല്ല. സഹോദരങ്ങളെ, സ്വന്തമായി അനുഗ്രഹം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ നിരാശയിലാവും. അവരൊക്കെ സെൽഫിഷ്നെസ്, അതാണ് സ്വാർത്ഥത, അതാണ് കിട്ടിയ അനുഗ്രഹം മുഴുവൻ തൻ്റേതാക്കി മാറ്റുവാൻ നടത്തുന്ന ശ്രമമാണ്. അവർ നിരാശയിലാകും, അവർ ദുഃഖത്തിലാകും, അവർ സങ്കടത്തിലാകും. തൻ്റേത്. ഇന്നൊരച്ചായൻ എന്നെ വിളിച്ചു. ഈ ഉദാഹരണം എല്ലാം പറഞ്ഞാൽ എങ്ങനെയാവും എന്നറിയത്തില്ല. രാവിലെ ഒരു ഫോൺ വരുവാണ്, അച്ഛൻ എന്നെ അറിയാം. എനിക്കറിയത്തില്ല കേട്ടോ, അച്ഛൻ പരിചയപ്പെടുത്തുവാണ്. പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, എനിക്ക് ഉണ്ടായിരുന്ന സ്ഥലവും വീടും മോക്ക് കൊടുത്തു. ഇനി എനിക്കും ഭാര്യയ്ക്കും കൂടെ താമസിക്കാൻ ഒരു വീട് എവിടുന്നെങ്കിലും. പോയ പോക്കെ പല അപ്പന്മാരും അമ്മമാരും അബദ്ധങ്ങൾ കാണിക്കും. കുട്ടികളോടുള്ള, പിള്ളേരോടുള്ള സ്നേഹം, സഹോദരങ്ങളെ സ്നേഹം വേണം, വളർത്തി വലുതാക്കി വിടുക. നിങ്ങൾക്കുള്ളത് എഴുതി കൊടുത്തിട്ട് അനുഭവിക്കാനിടയാകരുത്. ആരാ? അവരല്ല, നിങ്ങൾ. പലരും ദുഃഖിതരാണ്, പലരും തകർച്ചയിലാണ്, പലരും തീരാത്ത കണ്ണുനീരിൻ്റെ കയത്തിലാണ്. വളർത്തുക, വലുതാക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നിൻ്റെയും മേൽ മക്കൾക്ക് അവകാശം പറയാനില്ല. വേറെ എന്തെങ്കിലും കൊടുത്താൽ ഔദാര്യമാണ്. മക്കളുടെ വിവാഹം നടത്താൻ വേണ്ടി വീട് സ്ഥലവും ബാങ്കിൽ ലോൺ വെച്ചിട്ട് ജപ്തിയായി ഇറങ്ങിപ്പോകേണ്ടി വന്ന ഗതികേട്, മക്കളുടെ ജോലി കിട്ടാൻ വേണ്ടി ഉള്ളത് കൊണ്ട് വിറ്റിട്ട് അവർക്ക് കാശുണ്ടാക്കി കൊടുത്തിട്ട് വഴിയിലേക്ക് ഇറങ്ങേണ്ടി വന്ന മാതാപിതാക്കൾ ആലോചിച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി 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 വഴിയാധാരമാകുന്ന ഗതികേടിൻ്റെ സ്ഥിതിവിശേഷം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതാ വേദപുസ്തകം പറയുന്നു, നീ സ്വാർത്ഥനാകരുത്, നിന്നിലേക്ക് തന്നെ ചുരുങ്ങരുത്, നീ അനുഗ്രഹങ്ങളെ പങ്കുവെക്കുവാനായിട്ട് തയ്യാറാകുക. നിനക്ക് സംതൃപ്തിയും സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഒന്നാമത് ഞാൻ പറഞ്ഞത് ഭൗതിക പുരോഗതി, യോശുവായ്ക്ക് ദൈവം കൊടുത്ത മഹത്തരമായ അനുഗ്രഹം. രണ്ടാമത് യോശുവായ്ക്ക് കിട്ടുന്ന അനുഗ്രഹം. ഇനി കഥ തുടരുകയാണ്. 12 പേര് ഒറ്റുനോക്കാൻ പോയി. 12 പേര് പോയി അവിടെ ഒക്കെ നോക്കിയിട്ട് തിരിച്ചു വന്നു. 40 ദിവസം കഴിഞ്ഞാണ് അവർ തിരിച്ചു വരിക. അങ്ങനെ തിരിച്ചു വന്നിട്ട് അവർ മോശയോട് പറയുകയാണ്, 10 പേര് പറഞ്ഞു, യാത്ര പ്രയാസമാണ്, അവിടുത്തെ ആളുകൾ യുദ്ധം അറിയാവുന്നവരാണ്, അങ്ങോട്ട് പോയാൽ നമ്മുടെ സ്ത്രീകൾ അപമാനിക്കപ്പെടും, നമ്മുടെ കുഞ്ഞുങ്ങൾ കൊള്ളയായി പോകും, അതുകൊണ്ട് യാത്ര ഒഴിവാക്കണം, അങ്ങോട്ടുള്ള യാത്ര സുഗമമല്ല, യാത്ര വേണ്ട എന്ന് പറഞ്ഞു. ആളുകളെല്ലാം അവരുടെ കൂടെ കൂടി. 10 പേരാണ്, 12-ൽ 10 ഒരുമിച്ച് നിന്ന് പറയാണ്, നമുക്ക് യാത്ര ഇവിടെ അവസാനിപ്പിക്കാമെന്ന്. ആ സമയത്ത് യോശുവ പറഞ്ഞു, ഞങ്ങൾക്ക് വേറൊരു അഭിപ്രായം. ഇവർ പറഞ്ഞതൊക്കെ ശരിയാണ്. അങ്ങോട്ടുള്ള യാത്രയിൽ അവിടെ ആളുകൾ യുദ്ധം അറിയാവുന്നവർ കരുത്തന്മാരും ഒക്കെയാണ്. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? നമ്മുടെ കൂടെ ദൈവമുണ്ട്. അവരുടെ കരുത്തല്ല, മറിച്ച് കൂടെയുള്ള ദൈവത്തെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കൂടെ ദൈവമുണ്ട്, അവരെ നമുക്ക് കീഴ്പ്പെടുത്താം, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. യോശുവയുടെ വാക്കുകളാണ്. സഹോദരങ്ങളെ, യോശുവയ്ക്ക് കിട്ടിയ രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്നറിയോ? വ്യത്യസ്തമായ ഒരു വീക്ഷണമാണ്. ദേവാലയത്തിൽ നിന്ന് കിട്ടുന്നതാണ്. വ്യത്യസ്തം. 10 പേര് കണ്ടതുപോലെയല്ല യോശുവ കണ്ടത്. 10 പേരെന്താ കണ്ടത്? ശത്രുവിന്റെ ശക്തിയാണ്, പ്രതികൂലങ്ങളാണ്, തടസ്സങ്ങളാണ്, നേരിടാൻ പോകുന്ന വൈതരണികളാണ്. നമുക്കൊക്കെ പറ്റുന്ന കുഴപ്പം അതാണ്. നമ്മൾ ഇന്ന് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കുറെ പ്രശ്നങ്ങളാണ്. ഞാൻ നാളെ കഴിഞ്ഞ് അടുത്ത നാളുകളിൽ നേരിടാൻ പോകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഓർത്ത് ഇപ്പോഴേ കണ്ണുനീരൊഴുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യോശുവയുടെ പ്രത്യേകത പ്രതിബന്ധങ്ങളെയല്ല, കൂടെയുള്ള ദൈവത്തെയാണ് അവ കണ്ടത്. കൂടെ ദൈവമുണ്ട്,
ധൈര്യമായിട്ട് പോകാം. സങ്കീർത്തനക്കാരൻ പറഞ്ഞില്ലേ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. കൂടെയുള്ള ദൈവത്തെ കണ്ടുകൊണ്ടുള്ള ദേവാലയം തരുന്ന സമ്മാനമാണ്, ദേവാലയം തരുന്ന അനുഗ്രഹമാണ്. കൂടെയുള്ള ദൈവവുമായി ചേർന്നൊരു യാത്ര. പ്രതിബന്ധങ്ങളൊന്നും ഏതുമില്ല, അതൊക്കെ വരികയും പോവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പ്രതിബന്ധങ്ങളെയല്ല, ശത്രുവിൻ്റെ കരുത്തിനെയല്ല, മറിച്ച് കൂടെയുള്ള ദൈവത്തെ കണ്ടുകൊണ്ടുള്ള ഒരു വീക്ഷണം. നമ്മുടെ മനസ്സിന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കുക, എന്തെല്ലാം പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുകയാണ്. നടക്കാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ച് ഓർത്ത് പിള്ളേർക്ക് ആശങ്ക, നേരിടാൻ പോകുന്ന പ്രതിബന്ധങ്ങളെക്കുറിച്ചോർത്ത്, പ്രാരാബ്ദങ്ങളെക്കുറിച്ചോർത്ത് മാതാപിതാക്കളുടെ ആശങ്ക, എല്ലാം ആശങ്കാകുലമാണ്. നമുക്കിതിനെ ഒന്ന് വിടർത്താനൊക്കുമോ? ഞാനൊരു സാധാരണ ഉദാഹരണം പറയാം. നമ്മളൊക്കെ തുണി അലക്കിയിട്ട് ആ തുണി ഉണങ്ങാൻ കൊണ്ടിടും അല്ലേ? എവിടെയൊക്കെ ഇടും? അയലിടും, മുറ്റത്തിടും, പിന്നെ ചെറിയ ചെറിയ ചെടികളുടെ മുകളിലോട്ട് കൊണ്ടിടും. അങ്ങനെ കൊണ്ട് നനഞ്ഞ തുണി കൊണ്ട് റോസയുടെ മുകളിൽ കൊണ്ടിട്ടു. ഞാനിട്ട കാര്യം നിങ്ങൾക്കാർക്കും അങ്ങനത്തെ അബദ്ധം പറ്റാറില്ല. ഈ റോസയ്ക്കൊരു പ്രത്യേകതയുണ്ട്, വേറൊരു ചെടിക്കും ഇല്ലാത്തൊരു താല്പര്യമാണ് ആർക്ക്? റോസയ്ക്ക്. അങ്ങോട്ട് ചെല്ലുമ്പോഴേ അതങ്ങ് സ്വീകരിക്കും, വല്ലാതെ അങ്ങ് സ്വീകരിക്കും. മഴ വരുന്നു എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അയല പിടിച്ചാൽ കിട്ടും, മുറ്റത്ത് കിടക്കുന്ന എടുത്താൽ കിട്ടും, വേറെ ചെടിയുടെ ഒക്കെ മേളിൽ കിടക്കുന്നത് വലിച്ചിങ്ങോട്ട് എടുക്കാം. റോസയുടെ മേളിൽ കിടക്കുന്നതിനിട്ട് പിടിച്ചാൽ കിട്ടുകയില്ല. ഒന്നുകിൽ റോസ പോകും, അല്ലെങ്കിൽ തുണി പോകും, അല്ലെങ്കിൽ കൈ പോകും. പല സംഭവങ്ങളും അരങ്ങേറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ റോസയുടെ മേളിൽ കിടക്കുന്ന തുണി എടുക്കാനായിട്ട് നടത്തുന്ന ഒരു ശ്രമമുണ്ട്. എങ്ങനെയാ അത്? ഓരോ മുള്ളിൽ നിന്നും പതിയെ ക്ഷമയോടെ, സൂക്ഷ്മതയോടെ, കൈമുറിയരുത്, തുണിക്ക് കേട് പറ്റരുത്. റോസയ്ക്ക് ഇത് മൂന്നും നമ്മുടെയാ. തുണിക്ക്, റോസയ്ക്ക്, കൈക്ക് കേട് പറ്റരുതെന്നുള്ള ചിന്തയോടെ ഓരോ മുള്ളിൽ നിന്നും ഇങ്ങനെ അടർത്തി 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 തുണി എടുത്ത് കഴിയുമ്പോൾ നമ്മളൊരു ദീർഘശ്വാസം വിടും. ജയിച്ചതിൻ്റെ അല്ലേ, മൂന്നിനും കേട് സംഭവിക്കാതെ ജയിച്ചതിൻ്റെ സന്തോഷമാണ്. സത്യത്തിൽ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചേ, നിങ്ങളിന്ന് മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുറേ ഭാരങ്ങൾ ഇതുപോലെ ഒന്ന് എടുത്ത് ദൂരോട്ട് കളയാമെങ്കിൽ ഇതിനെ നേരിടാൻ ഞാൻ കരുത്തുള്ളവരാണ്. ദൈവം എന്നെ നടത്തും. ഇതുവരെ എന്നെ കരുതിയ പാട്ടുപാടിയില്ലേ, ഇതുവരെ എന്നെ കരുതിയ തമ്പുരാൻ ഇതിനേക്കാൾ വലുത് ഞാൻ കണ്ടതാ. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമോറാക്കിയവനെ, അറിയാമല്ലേ, പോയി കാണാൻ പഠിച്ചോണം. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമോറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. നമ്മളിതത്ര കണ്ടതാ, ഇത്രയേ ഉള്ളൂ. ഈ ഭാവം ഓരോ പ്രശ്നത്തിൽ നിന്നും ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിനെ മതിക്കുന്ന സങ്കടം എന്താണോ അതിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കുക. എന്നിട്ട് പറ, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കല്യാണത്തിന് കുറിയാലടിക്കാനുള്ള വാക്യല്ലത്, എല്ലാ കല്യാണക്കുറിയാലും അടിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇവൻ കെട്ടുന്ന ദിവസമൊന്നും അല്ലിത്. എവരിടെ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം ഉണ്ടാക്കിയ ദിവസമാണ്. കരയാനുള്ളതല്ല, മുഖം കുനിച്ചിരിക്കാനുള്ളതല്ല, തോറ്റ് പിന്നോട്ട് പോകാനുള്ളതല്ല, ജയിക്കുവാനുള്ള. പഴയ നിയമം വായിക്കുന്നതിന് മുമ്പ് ഒരു വായനയുണ്ടല്ലോ, നീതിമാന്റെ കൂടാരത്തിൽ. പിന്നെ അന്നേരം വരുന്നവർക്കല്ലേ അറിയാവുള്ളൂ. മഹത്വത്തിൻ്റെയും രക്ഷയുടെയും. അതിൻ്റെ സങ്കീർത്തനത്തിലെ ട്രാൻസ്ലേഷൻ എന്താണെന്നറിയാവോ? ഉല്ലാസത്തിൻ്റെയും ഘോഷത്തിൻ്റെയും എന്ന് പറഞ്ഞ നീതിമാന്റെ വീട്ടിൽ അടിപൊളിയാണ്. അവൻ്റെ വീട്ടിൽ ആരവമാണ്, അവൻ്റെ വീട്ടിൽ സന്തോഷത്തിൽ ആറാടുകയാണ്. അവൻ്റെ വീട്ടിൽ സങ്കടങ്ങളും ദുഃഖങ്ങളുമായിട്ട് അനങ്ങാതെ എല്ലാവരും കുനിഞ്ഞുകൂടിയിരിക്കുകയല്ല, മനസ്സിൽ നിന്ന് എടുത്തുകള. രണ്ടാമത്തെ വിഷയം, സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാൻ പെട്ടെന്ന് മാറുകയാണ്. യോശുവ കണ്ടത് ശത്രുവിൻ്റെ ശക്തിയല്ല, കൂടെ നിൽക്കുന്ന ദൈവത്തെയാണ്. കൂടെയുള്ളവൻ ദേവാലയം കൊടുത്ത അനുഗ്രഹം. മൂന്നാമത്തേതാണ്, വല്ലാത്തൊരു പ്രശ്നമാണ്. 10 പേരൊരു വശത്ത്, 2 പേര് വേറൊരു വശത്ത്. 10 പേരുടെ കൂടെ ആളുകളെല്ലാം കൂടി, 10 പേരുടെ കൂടെ ആളുകൾ നിൽക്കുക. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പള്ളി പൊതുയോഗത്തിൽ വല്ലതുവാണെങ്കിൽ 10 പേരിങ്ങനെ പറഞ്ഞാൽ ബാക്കി 2 പേര് മിണ്ടത്തില്ല. ഈ ദൈവം പറയേണ്ടത് പറയാതിരിക്കുന്ന കുറേ ആളുകളുണ്ട് സഭയിലും പള്ളിയിലും മീറ്റിങ്ങിലും ഒക്കെ. ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയേണ്ടത് കൊണ്ട് ഞാൻ വാ തുറക്കണം, എന്നാൽ ആളുകൾ പിണങ്ങട്ടെ. പറഞ്ഞില്ലെങ്കിൽ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് പറയാതെ മൗനമായിരിക്കുന്നവൻ കുറ്റക്കാരനാണ് ദൈവസന്നിധിയിൽ.
യോശുവയ്ക്ക് എറിയാൻ കല്ലെടുത്തു ഇസ്രായേൽക്കാർ. പോട്ടെ, 10 പേർ ഒരു വശത്ത്, ജനം അവരുടെ കൂടെ, 2 പേർ വേറൊരു വശത്ത്. മോശ വല്ലാതെയായി. അവർ പറയും നമുക്ക് തിരിച്ചു പോകാമെന്നാ പറയുന്നത്. മോശ നിർനിമേഷനായി നിൽക്കുമ്പോൾ സമാഗമന കൂടാരത്തിലേക്ക് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുകയാണ്. മോശ ഓടിച്ചെന്ന് സമാഗമന കൂടാരത്തെ കവിണ്ടു വീണു. യഹോവ മോശയോട് സംസാരിച്ചു, മോശേ, ഈ ജനം നിന്നെയല്ല എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. ആകയാൽ ഞാൻ 2 തീരുമാനങ്ങൾ ചെയ്യുക. ഒന്ന്, എത്ര ദിവസം നിങ്ങൾ പറഞ്ഞു ആ ജനം കരുത്തുള്ളവരാണ്, ശക്തരാണ്, അങ്ങോട്ട് പോയാൽ പരാജയപ്പെടും. അതുകൊണ്ട് കരുത്തരായ ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി എത്ര ദിവസം നിങ്ങൾ കനാൻ ദേശം ഒറ്റുനോക്കാനെടുത്തോ അത്രയും വർഷം നിങ്ങൾ ഈ മരുഭൂമി ചുറ്റി നടക്കേണ്ടതായിട്ട് വരും. എത്ര ദിവസം എടുത്തേ? 40 ദിവസം. അതുകൊണ്ട് എത്ര വർഷം നടന്നു? 40 വർഷം. നടക്കേണ്ടിയിട്ട് നടന്നതല്ല, പോയിട്ട് വരാൻ 40 ദിവസം എടുത്തുള്ളൂ അല്ലേ? അപ്പോൾ പോകാൻ എത്ര മതി? പോയിട്ട് വരാൻ 40 മതിയെങ്കിൽ പോകാൻ എത്ര മതി? 20 മതി. അവിടുത്തെ എല്ലാ കാര്യം അന്വേഷിച്ചിട്ടൊക്കെയാണ് അവർ വന്നത്. 7 ദിവസം മതി അങ്ങോട്ട് പോകാൻ. ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കനാൻ ദേശത്ത് എത്താനായിട്ട് 7 ദിവസം മതി. പക്ഷെ ഇവരെത്ര ദിവസം നടന്നു? എത്ര വർഷം നടന്നു? 40 വർഷം നടന്നു. നടക്കേണ്ടിയിട്ടല്ല, അവരുടെ അവിശ്വാസം കൊണ്ട്. ഒന്നാമത്തെ ശിക്ഷയാണ് 40 വർഷം നടന്നു. രണ്ടാമത്തെ ശിക്ഷ, നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊള്ളയാകുമെന്ന്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പിടിക്കപ്പെടുമെന്ന്. എന്തൊരു കൺസേണാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്. അല്ലെങ്കിൽ ശരിയാ, നമുക്ക് ഇച്ചിരി കൂടുതലാണ് അല്ലേ കുഞ്ഞുങ്ങളെക്കുറിച്ച്. എൻ്റെ കൊച്ച് വല്ലവരുടെയും പിള്ളേർ കയറി സമ്മാനം മേടിക്കുമ്പോൾ നമ്മുടെ കൈ അനങ്ങത്തില്ല, കൈ അടിക്കാൻ ഇങ്ങനെ ഇറക്കി പിടിച്ചോണ്ടിരിക്കും. നമ്മുടെ കൊച്ച് കയറുമ്പോൾ അടിയുടെ പെരുന്നാളാണ്. എന്തൊരു മര്യാദകേടാണ്. കുഞ്ഞുങ്ങൾ പൊതുസ്വത്താണ് അല്ലേ? കുഞ്ഞുങ്ങൾ പൊതുസ്വത്താണ്. എൻ്റേതെന്നും നിൻ്റേതെന്നും പറയാനൊക്കാത്ത തരത്തിൽ എല്ലാവരുടെയും കൂടിയാണ്. മറ്റൊരാളുടെ കുഞ്ഞിനെ നീ പ്രോത്സാഹിപ്പിക്കുമ്പോഴാ നിന്റെ കുഞ്ഞിലേക്ക് ദൈവകൃപ വരുന്നേ. അത്രയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് വിവേകമില്ലാതെ പോയല്ലോ. എൻ്റെ കൊച്ചിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്തൊരു കൺസേണാണ് നിനക്ക് നിന്റെ കൊച്ചിനെ കുറിച്ച്. നീ നോക്ക്, മിസ്രൈമിലെ ആദ്യജാതന്മാരെ കൊന്ന് നിന്നെ ഞാൻ അവിടെ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ നിന്റെ ആദ്യജാതന്മാരെ രക്ഷപ്പെടുത്തിയില്ലേ? നിന്റെ കഴിവാണോ അതോ എൻ്റെ കൃപയാണോ? അനി പോട്ടെ, ആൺകുഞ്ഞുങ്ങളെ, പിറന്നു വീഴുന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്ന് ഒടുക്കണമെന്ന് ഫറവോ രാജാവ് കൽപ്പനയിട്ടപ്പോൾ നിന്നെ ഉൾപ്പെടെ, ആരെയാ? മോശ ഉൾപ്പെടെ നിന്റെ ആൺമക്കളെ ഞാൻ രക്ഷപ്പെടുത്തിയില്ലേ? നിന്റെ കഴിവാണോ എൻ്റെ കൃപയാണോ? സഹോദരങ്ങളെ, ദൈവം ചോദിക്കുകയാണ്, നിന്റെ മക്കളെ കുറിച്ച് നീ ഇത്ര അവകാശം പറയുമ്പോൾ ഇതിനെ നിനക്ക് തന്നതും ഇതിനെ വളർത്തിയതും ഞാനല്ലേ? ഒരവകാശവും പറയാനില്ലാത്ത തരത്തിൽ മക്കൾ ദൈവത്തിൻ്റെ ദാനമല്ലേ പ്രിയരെ? നമ്മളൊക്കെ ഒന്ന് സൂക്ഷിച്ച് കൊണ്ടു നടക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. അതിലപ്പുറം അഭിമാനിക്കാനോ അഹങ്കരിക്കാനോ ഒന്നുമില്ല. ശിക്ഷ എന്താണെന്നറിയാമോ? ഈ കുഞ്ഞുങ്ങൾ കൊള്ളയായി പോകുമെന്ന് പറഞ്ഞത് കൊണ്ടാ. ഈ കുഞ്ഞുങ്ങളല്ലാതെ 20 വയസ്സിന് മേൽ പ്രായമുള്ള ആരും കനാൻ ദേശത്ത് കാലുകുത്തത്തില്ല. നീ പറഞ്ഞു നിന്റെ കുഞ്ഞുങ്ങൾ കൊള്ളയാകുമെന്ന്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളല്ലാതെ 20 വയസ്സിന് മേൽ പ്രായമുള്ള ആരും കനാൻ ദേശത്ത് എത്തിച്ചേരുകയില്ല. അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ദാസനായ യോശുവ, കാലേബ്, ഇവർ 2 പേരും എത്തും. യോശുവ അക്കരെ എത്തുമെന്ന് യഹോവ പറയാ. യോശുവയ്ക്ക് കിട്ടിയ 3ാമത്തെ നേട്ടം എന്ന് പറയുന്നത് ലക്ഷ്യപ്രാപ്തിയാണ്. ദേവാലയം നമുക്ക് തരുന്ന അനുഗ്രഹ ലക്ഷ്യപ്രാപ്തി. നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് ദൈവം കൊണ്ടുവന്നെത്തിക്കും. നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ദൈവം. ചുമ്മാ കറങ്ങി നടക്കേണ്ടി വരത്തില്ല. ഒരു പഠനത്തിന് പോയിട്ട് വെറുതെ ഇല്ലാതാക്കി പോരേണ്ടി വരത്തില്ല. ദേവാലയവുമായി നല്ല ബന്ധമുള്ളവൻ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ദൈവം അവനെ എത്തിക്കും. 4, ഇതാ ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്ക് പോവുകയാണ്. കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ യോശുവ യോർദാൻ നദി കടന്ന് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ യോശുവ ഇസ്രായേലിൻ്റെ നായകനായിട്ട് മാറി. നിങ്ങൾ നോക്കിക്കേ, ആ സമാഗമന കൂടാരത്തിൽ നിന്ന കൊച്ചു പയ്യൻ ഇന്ന് മോശയ്ക്ക് ശേഷം ഇസ്രായേലിൻ്റെ നായകനാണ്. ഇവിടെ ഇരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇതിനെയൊക്കെ ഏത് ലെവലിലാ തമ്പുരാൻ ഉയർത്തുന്നതെന്ന്. അതിനനുസരിച്ച് നിന്നു കൊടുക്കണം. ദൈവം ഉയർത്തണമെങ്കിൽ അതിനനുസരിച്ച് നിന്നു കൊടുക്കണം. അങ്ങനെ നിന്നു കൊടുത്താൽ ഏത് ലെവലിലാണ് ദൈവം ഈ കുഞ്ഞുങ്ങളെ എത്തിക്കുക എന്ന് നമുക്ക് പറയാനൊക്കില്ല. മോശ പുരോഹിതനാണ്, യോശുവ ശുശ്രൂഷകനാണ്.
മോശയുടെ ശുശ്രൂഷകനായി നിന്ന യോശുവ മോശയ്ക്ക് ശേഷം ഇസ്രയേലിന്റെ ന്യായപാലകനായി ഇസ്രയേലിന്റെ നേതാവായിട്ട് മാറുക. അന്നേ കണ്ടു ദൈവം അവനെ. ഇത്രയൊക്കെ കൊണ്ടിരുത്തിയാൽ മതി, ബാക്കി ദൈവം കൊണ്ടുപോയിക്കോളും. അതിനിടയ്ക്ക് അവരുടെ പരിപാടികളൊക്കെ നടത്തും. അതൊന്നും നമ്മൾ അതേക്കുറിച്ചൊന്നും ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. അവരെ ബാധിക്കുന്ന കാര്യമാണല്ലേ അവർ ശ്രദ്ധിക്കാനൊക്കെയുള്ളൂ. ഇവിടെ ഇസ്രായേലിന്റെ നായകനായി യോശുവ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തൊരു ഭാഗ്യമാണെന്ന് നോക്കി. നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനല്ലേ? ഒരു കൊച്ചായിട്ട് ഒതുങ്ങിപ്പോകേണ്ടിയിരുന്ന ജീവിതത്തെ ഇത്രയും ദൈവം കൊണ്ടുവന്നില്ലേ? എന്തൊരു ഭാഗ്യമാണ്. ഇതാ നായകനായ യോശുവ കനാൻ ദേശത്തേക്ക് ചെന്നു. കനാൻ നാട്ടിൽ താമസം തുടങ്ങി. കനാൻ നാട് എല്ലാവർക്കുമായിട്ട് വീതിച്ചിങ്ങനെ കൊടുത്തു. ഓരോ ഗോത്രത്തിനും ഓരോ അളവനുസരിച്ച് വീതിച്ച എല്ലാം കൊടുത്ത് അവർ കനാൻ ദേശത്ത് താമസമാക്കി. അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. കൃഷിയിൽ നിന്ന് ഫലം കിട്ടാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. അവർ നട്ട മുന്തിരിയിൽ നിന്ന് ഫലം പറിച്ച് തിന്നാൻ തുടങ്ങിയപ്പോൾ മന്ന നിന്നുപോയി. അത്രയും നാളും എന്ത് കിട്ടി? മന്ന കിട്ടി. അതൊരു മന്ന കാലമായിരുന്നു. എന്താ? ചുമ്മാ പോയി ഇരിക്കുക, പിറക്കുക, തിന്നുക, ഒന്നും ഒരു പ്രയാസവും ഇല്ല, ഒരു കഷ്ടപ്പാടുമില്ല. സഹോദരങ്ങളെ, ഇതാണ് മന്നാകാലം. ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ, പപ്പ ഒരു 100 രൂപ ഇങ്ങെടുത്ത്, നാളെ ഫീസ് വേണം കേട്ടോ, ഓർഡറാ. ഭക്ഷണത്തിൻ്റെ മുമ്പിൽ രാവിലെ വന്നിരിക്കുവാണ്. അമ്മയോടൊരു ചോദ്യം, ഇന്നും ഇതേ ഉള്ളോ? ഇവനൊന്നും ചെയ്തിട്ടില്ല, ഇവളൊരു ചെറുവിരൽ കൊണ്ട് പോലും താങ്ങിയിട്ടില്ല. ഇരുന്നൊരു ചോദ്യമാണ്, ഇന്നും ഇതേ ഉള്ളോ? ഈ കാലത്തിന് പറയുന്ന പേരാണ് മന്നാകാലം. മന്ന എന്ന് ആരെങ്കിലും പേരുണ്ടോ ക്ഷമിച്ചേക്കണം. മന്ന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇതെന്ത് എന്നുള്ളതാണ്. മന്നാകാലം. മന്നാകാലത്തൂടെ യാത്ര ചെയ്യുന്നവർ ഓർക്കുക, മന്നാകാലം അനുഗ്രഹത്തിൻ്റെ കാലാണ്. മന്നാകാല സുഭിക്ഷതയുടെ കാലാണ്. സത്യത്തിൽ അപ്പൻ ഉണ്ണാതെ ഊട്ടുന്ന കാലം, അമ്മ ഉണ്ണാതെ ഊട്ടുന്ന കാലം, അപ്പൻ പലതും വേണ്ടെന്ന് വെച്ചിട്ട് മക്കളെ പോറ്റുന്ന കാലം, അപ്പൻ മുണ്ട് മുറുക്കി കൊടുത്തിട്ട് മക്കളെ വളർത്തുന്ന കാലം, അപ്പനും അമ്മയും അനുഭവിച്ചതും അനുഭവിക്കുന്നതുമായ കഷ്ടപ്പാട് മക്കളെ അറിയിക്കാതെ വളർത്തുന്ന കാലം. ഈ കാലമാണ് മന്നാകാലം. പ്രിയപ്പെട്ടവരെ, മക്കൾ മനസ്സിലാക്കണം, ഇപ്പോൾ മന്നാകാലത്തുള്ള എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഏണിങ്സ് ഇല്ലാതെ ഓസിൽ ജീവിക്കുന്നവരുടെ കാലമാണ് മന്നാകാലം. നാണം തോന്നല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇടവകയിൽ ഒരു വീട് സന്ദർശനത്തിന് പോയി. ഒരു വീട്ടിൽ ചെന്നപ്പോൾ 9ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സുകാരിലൂടെ ഉണ്ടോ? 9ാം ക്ലാസ്? യെസ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ. നിങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല കേട്ടോ, കേട്ടാൽ മതി. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനോട് ചോദിച്ചു, അവൻ്റെ പേര് തോമാച്ചൻ എന്നാ. തോമാച്ചൻ, നീ എന്താ പള്ളി വരാതെ? എനിക്ക് വരാൻ ഒക്കത്തില്ലെന്ന്. അവൻ വളരെ കൂളായിട്ടൊക്കെ പറയും, എനിക്ക് വരാൻ ഒക്കത്തില്ല അച്ഛാ. അടുത്തൊരു പള്ളിയുണ്ട്, അവിടെയാണ് അവൻ പോകുന്നത്. എൻ്റെ പള്ളി, അവൻ്റെ സ്വന്തം ഇടവ പള്ളി വളരെ ദൂരെയാണ്, അവിടെ വരുന്നില്ല. അതാണ് ചോദ്യം. നീ എന്താ എൻ്റെ പള്ളി വരാത്ത, ചെറിയ പള്ളി വരാത്ത? എനിക്ക് വരാൻ ഒക്കത്തില്ല. എന്താ കാര്യം എന്നറിയോ? രാവിലെ എഴുന്നേറ്റിട്ട് 140 പത്രം ഇടും. 140 പത്രം ഇട്ടിട്ട് വന്നിട്ട് 2 പശുവിനെയും 2 ആടിനെയും ഇറക്കിക്കെട്ടും. എന്നിട്ട് അതുങ്ങൾക്കുള്ളതെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടാണ് തോമാച്ചൻ ഒരുക്കി സ്കൂളിൽ പോകുന്നത്. എവരുടെ അങ്ങനെ തന്നെയാണ് തോമാച്ചൻ എവിടെയും പോകുന്നത്, പള്ളിയിലും പോകുന്നത്. ആ സമയം അതിനു മുമ്പ് എൻ്റെ പള്ളിയിൽ വിശുദ്ധ കുർബാന തുടങ്ങുന്നത് 7:30-ക്കാണ്. 6:30-ക്ക് പ്രഭാത നമസ്കാരം, 7:30-ക്ക് വിശുദ്ധ കുർബാന. എനിക്ക് എത്താൻ ഒക്കത്തില്ല അച്ഛാ. ആദ്യം അവൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു അന്താളിപ്പായിരുന്നു. മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് വരാൻ ഒക്കത്തില്ല. സത്യത്തിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അവൻ്റെ വീട്ടിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടല്ല. അവൻ കൊണ്ടുവരുന്നതുകൊണ്ട് കഞ്ഞി കുടിക്കേണ്ട ആവശ്യം ആ വീട്ടിലില്ല, അവർക്ക് കഴിഞ്ഞുകൂടാനുള്ളതുണ്ട്. സഹോദരങ്ങളെ, മന്നാകാലം എന്ന് പറഞ്ഞാൽ ഓസിൽ ജീവിക്കുന്ന ഒരു ചെറു വിരൽ കൊണ്ട് പോലും ഒരു സഹായം മാതാപിതാക്കൾക്ക് ചെയ്യാതെ അവർക്ക് വീണ്ടും വീണ്ടും ഭാരങ്ങൾ കൂട്ടിവെക്കുന്ന, അവരെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന, അവർക്ക് മനപ്രയാസം സമ്മാനിക്കുന്ന, എന്നിട്ടും നിഷേധത്തിൻ്റെ ചോദ്യം. ഞാൻ ചെയ്ത കാര്യം അങ്ങ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, നമ്മളൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന. പ്രിയപ്പെട്ടവരെ, ഈ മന്നാകാലം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ സ്വന്തമായിട്ട് കൃഷി ഇറക്കുന്ന സമയം വരുമ്പോൾ ഇരുന്ന് ചൊറിയും. അതാ കുഴപ്പം. മന്നാകാലത്ത് സൂക്ഷിച്ച് അപ്പൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചു മേടിക്കുക, ആവശ്യമില്ലാത്തത് ചോദിച്ചു മേടിക്കുക, അതുകൂടാതെ അടിച്ചു മാറ്റുക, ഇതൊക്കെ ചെയ്തിട്ട് വളരെ മിടുക്കരായി അപ്പൻ അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഒരു 35, 40, 45 വയസ്സ് പ്രായമാകുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്നോർക്കും, തമ്പുരാനെ ഇത് തന്നെയാണല്ലോ
ഇത് തന്നെയാണല്ലോ ഞാൻ എൻ്റെ അപ്പനോട് കാണിച്ചത്, ഇത് തന്നെയാണല്ലോ ഞാൻ എൻ്റെ അപ്പനോട് കാണിച്ചത്. ഈ അടുത്ത സമയത്ത് ഒരാൾ വന്നിട്ട് മകനെക്കുറിച്ച്, 22 വയസ്സായ മകനെക്കുറിച്ച് വലിയ പ്രയാസത്തോടെ കുറേ നേരം സംസാരിച്ചു. ഒന്നും പറയാനില്ല, മറുപടി അത്ര പ്രയാസം. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മൾ ഈ പ്രായത്തിൽ എങ്ങനെയായിരുന്നു? പുള്ളി പറഞ്ഞു, പിന്നെ കാണാവുന്ന പോയി. ഇതാ കുഴപ്പം. തലമുറ കൈമാറിയെന്ന് മുദ്രാവാക്യം വിളിക്കത്തില്ലേ, അതാ കുഴപ്പം. ഇതാണ് കൈമാറുന്നത്. തോമസ് ലീഹ എന്നൊക്കെ പറഞ്ഞാൽ വിളിക്കുന്നത്, പക്ഷേ ആക്ച്വലി കൈമാറുന്നത് ഞാൻ എൻ്റെ അപ്പനോട് കാണിച്ച അതേ പണി എൻ്റെ മക്കൾ എനിക്ക് തരുമോ. ഈ പണി തന്നു എന്നൊക്കെ പിള്ളേർ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. എന്നിട്ടോ ഈ പണി തന്നവനിട്ട് തരാൻ അടുത്തയാൾ വരാൻ പോവാണ്. അതുകൊണ്ട് യാതൊരു മാറ്റവും ഇല്ല. ഇസഹാക്കിന് കണ്ണ് കാണാൻ മേലാത്ത പ്രായത്തിൽ അവൻ്റെ അടുത്ത് ചെന്ന് യാക്കോബ് നന്നായിട്ട് അഭിനയിച്ച് ചേട്ടന് കിട്ടേണ്ടതെല്ലാം അടിച്ചു മാറ്റി അപ്പനോട് സലാം പറഞ്ഞിട്ട് ഒറ്റ പോക്കാണ്, രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ യാക്കോബിന് പ്രായമായപ്പോൾ മരിക്കാത്ത മകൻ യൗസേപ്പ് മരിച്ചു എന്ന് പറഞ്ഞ് ശേഷക്രിയ നടത്തിയവനാണ് യാക്കോബ്. അപ്പനോട് നിങ്ങൾ അളക്കുന്ന അളവിന് എന്തിനീ പണിക്ക് പോകുന്നേ? അപ്പൻ്റെ അമ്മയുടെ അടുത്ത് അപ്പൻ്റെ കബളിപ്പിക്കൽ വേണ്ട. കാരണം നമുക്ക് വേണ്ടി നാം ആസ്വദിക്കുന്ന മജ്ജയും മാംസവും അവരിൽ നിന്ന് കിട്ടിയതാണ്. അത് ആസ്വദിക്കുന്നത് കൊണ്ട് തന്നെ കടപ്പാട് ഒരുപാടാണ്. വേദനിപ്പിക്കണ്ട, അവരെ ഒരു തരത്തിലും ദുഃഖിപ്പിക്കണ്ട, അവരുടേത് അവിഹിതമായിട്ടൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചാൽ പിന്നീട് ഇതൊന്നും ഓർക്കാൻ ഇടയാവില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മന്നാകാലം കഴിഞ്ഞു, അവർ കൃഷി ഇറക്കി, മഴ കിട്ടുന്നില്ല, വെയിൽ കിട്ടുന്നില്ല, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച വഴിക്ക് അന്യ ദൈവങ്ങളോടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നേരം യോശുവ എഴുന്നേറ്റിട്ട് ചോദിച്ചു. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അവസാനത്തെ ഒരു പ്രസംഗം യോശുവ നടത്തുകയാണ്. നിങ്ങൾക്കറിയാവോ യഹോവയെ പോലൊരു ദൈവത്തെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ യഹോവയെ പോലൊരു ദൈവത്തെ? വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, യഹോവയ്ക്ക് തുല്യനായൊരു ദൈവമുണ്ടോ? നിങ്ങൾ അങ്ങനെ ഒരു ദൈവത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ആളെ തെരഞ്ഞെടുത്തോ, ആ ദൈവത്തെ എടുത്തോ. നിങ്ങൾ ആരെ തെരഞ്ഞെടുത്താലും, യോശുവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്, നിങ്ങൾ ആരെ തെരഞ്ഞെടുത്താലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ. അങ്ങനെയാണ് യോശുവ പറഞ്ഞു. നമ്മുടെ വീടിൻ്റെ സൈഡിൽ എഴുതിയിട്ടിരിക്കുന്ന ബോർഡുണ്ടല്ലോ പഴയ, ഇപ്പം ബോർഡെല്ലാം മാറ്റി, വീട് പൊളിച്ച് പണിതപ്പം ബോർഡെല്ലാം മാറ്റിയത് നന്നായി കേട്ടോ. ഒരു വീടിൻ്റെ വാക്ക് എഴുതി വെച്ചിരിക്കുന്നത് ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. ഒരാൾ കോളിംബെല്ലടിച്ച് കഥ തുറന്നപ്പോൾ ചോദിച്ചു, ക്രിസ്തു ഉണ്ടോ? ഈ ബോർഡ് വെച്ച കാര്യം പോലും ആ സ്ത്രീ മറന്നുപോയി. അവരോട് ചോദിക്കുകയാണ്, ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ, ക്രിസ്തു ഉണ്ടോ? എഴുതി വെച്ചു എന്നല്ല ഉള്ളോ, ഒരു കാര്യമില്ല. യോശുവ പറയുക, ഞാനും എൻ്റെ കുടുംബവും. യോശുവയ്ക്ക് കിട്ടിയ 4ാമത്തെ നേട്ടം എന്താണെന്നറിയാമോ? അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. ആ കൊച്ചു പയ്യനെ നോക്കിയേ, അവനിങ്ങനെ വളർന്ന് വന്നിട്ട് ഇപ്പൊ പറയാണ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാൻ നിൽക്കുന്നിടത്ത് എൻ്റെ ഭാര്യ, ഞാൻ നിൽക്കുന്നിടത്ത് എൻ്റെ മക്കൾ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. ഇതിനൊക്കെ വരുത് എന്താ പ്രിയപ്പെട്ടവരെ വേണ്ടിയേ? പിള്ളേർ വേണേ പാടും, ഞാനും എൻ്റെ. പറയാനൊക്കോ എൻ്റെ കുടുംബമെന്ന്? നിങ്ങൾ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് പള്ളിയിലോട്ട് വന്നാൽ നിങ്ങളെ കാണുന്നവർക്ക് അസൂയ തോന്നും. നിങ്ങൾ നല്ല സാരി, ആഭരണവും കാറും ഒന്നും വേണ്ട. നിങ്ങൾ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് നടന്ന് പള്ളിയിലോട്ട് വരുന്ന കണ്ടാൽ നിങ്ങളെ കാണുന്നവർക്ക് അസൂയ തോന്നും. അതൊരു വലിയ സാക്ഷ്യമാണ്, ഞാനും എൻ്റെ കുടുംബവും. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥന യോഗത്തിന് പോയാൽ അതൊരു സാക്ഷ്യമാണ്. നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്താൽ അതെങ്ങനെയാ? അപ്പനും അമ്മയും ഒരുങ്ങുമ്പോഴേ മകൻ പറയും, നിങ്ങൾ പൊക്കോ, ഞാൻ പുറകെ. ഇത് ആശാരിയുടെ കുഴപ്പമുണ്ട്, തടിയുടെ വളവുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കൂടെ കൊണ്ടുപോകണമെങ്കിൽ കൂടെ ചേർത്ത് നിർത്താൻ പറ്റുന്ന മനോഭാവം വേണം. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കുറ്റം പറഞ്ഞ് വിമർശിച്ച് പോകുന്ന ഒരു യാത്രയിൽ കുഞ്ഞുങ്ങൾ കൂടെ വരത്തില്ല. ചേർത്ത് നിർത്തണം, അവരെ അക്സെപ്റ്റ് ചെയ്യണം. അവരെന്താണോ അതനുസരിച്ച് അവരെ ചേർത്ത് നിർത്താൻ കഴിയണം. പള്ളി ചേർത്ത് നിർത്തണം. സഹോദരങ്ങളെ, ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ മുഴുവൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വശമാണ്. അവരെ ചേർത്ത് നിർത്തിയാൽ ആ സാങ്കേതിക വിദ്യ പള്ളി വരും. അവരെ പുറത്താക്കിയാൽ ആ വിദ്യ പുറത്തോട്ട് പോകും. നമ്മൾ പഴഞ്ചൻ, ഔട്ട്ഡേറ്റഡ്, എന്നാ മടല, പുറം മടല് നിർത്തുക. ഞാനും എൻ്റെ കുടുംബവും എന്ന് പറയാൻ മേലാത്ത രീതിയിൽ എൻ്റെ കുടുംബം ആയിപ്പോയെങ്കിൽ കാരണം ഞാനാണോ? എനിക്കെൻ്റെ അപ്പനോടും അമ്മയോടും ചേർന്ന് സഹോദരങ്ങളോട് ചേർന്ന് തോളിൽ കൈയിട്ടൊന്നിരുന്ന് സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഞാനാണോ? എൻ്റെ വീടിൻ്റെ ദുഃഖം ഞാനാണോ? എൻ്റെ വീടിൻ്റെ ശാപം ഞാനാണോ?
ഞാനിവൻ്റെ കുടുംബവും എന്ന് പറയാനൊക്കുന്ന അവസ്ഥയിലേക്ക് മാറണം. പ്രിയപ്പെട്ടവരെ, ഇത്ര ചെയ്തുള്ളൂ. സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷകൻ. ഇതാ യോഗ്യത. എവിടെ എത്തി? ലോകത്തിൽ ഉയർന്നു, ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടു. 2, കാഴ്ചപ്പാടിൽ വ്യത്യാസം. ശത്രുവിൻ്റെ ശക്തിയല്ല, കൂടെ നിൽക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ടുള്ള യാത്ര. 3, ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. 600,000 പേര് തുടങ്ങിയിട്ട് 2 പേരാണ് അക്കരെ എത്തിയത്. അതിലൊന്ന് യോശുവ. 4, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ഇത് നമ്മുടെ ഒരു സ്വപ്നമല്ലേ പ്രിയപ്പെട്ടവരെ? അത് സാധ്യതമാക്കുവാൻ ഈ പെരുന്നാൾ പള്ളിയോടുള്ള ബന്ധം, ആരാധനയോടുള്ള ബന്ധം, ശുശ്രൂഷ മനോഭാവത്തിലാക്കി നമുക്ക് ശ്രമിക്കാം. നിങ്ങൾ ഇത്രയും നേരം ഈ ശുശ്രൂഷയിൽ കാണിച്ച സഹകരണത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു.